വാഴ്ചപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പകരം നമുക്ക് മുഴുവൻ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് 5 ദിവസം ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെയാണല്ലോ. കർത്താവിൽ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാരെ ശുശ്രൂഷിക്കുവാൻ ഇവിടെ ഉണ്ട്. ഓർത്ത് കർത്താവിന്റെ സ്തോത്രം ചെയ്ത് വിശേഷിച്ച് മീറ്റിംഗ് സുജയ് ഭാഷകളുടെ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. വർഷങ്ങളുള്ള ബന്ധമുണ്ട്. ഒരുമിച്ച് പല വേദികളിൽ ഉയർത്തുവാനല്ല ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് അവസരം ഒരുക്കി. ഇന്ന് പകല് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്തും അടുത്തൊന്ന് വലിയ ദൈവിക ചിരിയിലേക്ക് ദൈവാത്മാവ് നയിക്കുന്ന ദിവസങ്ങളായി സേവിക്കുന്ന ദൈവത്തിനൊന്നും അസാധ്യമാണ്. ഒന്നും അസാധ്യമാണ്. സാധ്യമൊന്നും നമ്മുടെ കൺമുമ്പിൽ നോക്കിയിട്ട് ഈ പ്രഭാതത്തിൽ നോക്കി ആത്മാവിൽ പ്രാരംഭത്തെ പ്രവചിക്കുകയാണ്. അസാധ്യമെന്ന രീതിയിൽ തള്ളിയ ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആവശ്യക്കാരൻ ചതിക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ ദിവസം. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും എന്തോ ദൈവത്തിന് ശകലം സകലതും സാധ്യം. ഏറ്റവും നിങ്ങളുടെ മുമ്പിൽ അസാധ്യങ്ങൾ കിടക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന യേശുവിനൊന്നും അസാധ്യമാണ്. ചോദ്യമുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? പകരന്തോ ഇച്ഛകളെല്ലാം വ്യക്തമാണ്. അസാധ്യങ്ങൾ വഴിമാറി പ്രതികൂലമായി ഉയർന്ന ചില ഉയർത്തങ്ങൾ ദൈവാത്മാവെല്ലാം ഇടിക്കുമാണ്. എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും എന്തെല്ലാം ചെയ്തിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ചില അനുഭവങ്ങൾക്കകത്ത് ഇതിനകത്തിരിക്കുകയുണ്ട്. പക്ഷേ ഇന്ന് പകല് ദൈവാത്മാവ് ചിലതെല്ലാം വഴി മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലതെല്ലാം വഴി മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലതെല്ലാം വഴി മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ അനുകൂലമാണെന്ന് ദൈവം ചിലരെ തെളിയിക്കട്ടെ. പ്രതികൂലങ്ങൾ പലരുടെ കണ്ണുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് ദൈവം തെളിയിക്കുന്ന ദിവസങ്ങളാണ്. എത്ര വിശ്വസിക്കുന്നു? ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് രൂപാമോഹത്തിന്റെ പുറകിലല്ല, ഒരു മിഥ്യാ ദൈവത്തിന്റെ പുറകിലല്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്? ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ദൈവം മരിച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങി കൂടി അവന്റെ പിന്നാലെ അരങ്ങിച്ച് 3-ാം ദിവസം ഹേ മരണമേ നിന്റെ ജീവനെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവരെ ചോദിച്ച് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ജയവീരനായി ജീവിക്കുന്ന ആരെങ്കിലും ചിന്തിക്കാവുന്ന നമ്മളൊക്കെ പണ്ട് ചിന്തിച്ച ഒരു കാര്യമാണ്. സ്വന്തമായി രക്ഷപ്പെടാൻ കഴിയാതെ ഏതൊക്കെ മലയാളികളുടെ കൈയുണ്ട്
അവർ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി യേശുവിനെല്ലേടാ നീയൊക്കെ പ്രസംഗിക്കുന്ന ആരാധിക്കുന്നതൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ സത്യം മനസ്സിലായത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആരും അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതല്ല യേശുവിനെ, എനിക്ക് പകരമായി കാൽവരി കുലമരത്തിന് അവൻ യാഗമായി തീർന്നതാണ്. എന്റെ പാപങ്ങൾക്ക്, എന്റെ ശാപങ്ങൾക്ക്, എന്റെ പ്രശ്നങ്ങൾക്ക്, എന്റെ പ്രതിസന്ധികൾക്ക് പ്രതികാരമായി അതിനെല്ലാം പ്രതിവിധിയായി കാൽവരി ക്രൂശിൽ മരിച്ചവനെയാണ് ഇന്ന് രാത്രി പകൽ ഈ ദേശത്തിനകത്ത് ഞങ്ങൾ ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, ക്രൂശിൽ വെളിപ്പെട്ട സകല നന്മകളും യേശു എന്തിനു വേണ്ടി കാൽവരിയിൽ മരിച്ചോ ആ മരിച്ചതിനകത്ത് വെളിപ്പെട്ട സകല നന്മകളും ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവാത്മാവ് പകർന്നു തരുന്നുണ്ട്. ചില ജീവിതത്തിനകത്ത് അന്നത്തിന്റെ വാതിലും തുറന്നു വരട്ടെ, അടയപ്പെട്ടു പോയ തുറന്നു വരട്ടെ. കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട സകല നന്മകളും വനത്തിന്മേൽ പോകുന്നവർ ശപിക്കപ്പെട്ടവരിക്കുന്നത് പോലെ ശാപമായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ശാപത്തിന്റെ മേലുള്ള വിടുതലുകൾ ഇതിനകത്തിരിക്കുന്ന ചെറുതമേൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. സകല ശാപ കുരുക്കുകൾ ഇന്ന് പകൽക്കാലം അഴിയട്ടെ. സകല ശാപ വേരുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിമാറട്ടെ. ശാപങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടിക്കാൻ എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ പലതും ചെയ്തു നോക്കി, പക്ഷെ ഒന്നിനകത്ത് ഗതി പിടിക്കുന്നില്ല. സകലത് ഗതികേട് പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ചില കുടുംബത്തിനകത്ത് ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സകല ശാപ വേരുകളും സകല ശാപ കുരുക്കുകളും ഇന്ന് പകൽ ഇതിനകത്ത് അടിയട്ടെ. അത് പാരമ്പര്യ ശാപങ്ങളാകാം, കുടുംബത്തിനകത്തുള്ള ശാപങ്ങളാകാം, വ്യക്തിപരമായ ശാപങ്ങളാകാം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവാനാൽ ചിലതെല്ലാം പൊട്ടിമാറട്ടെ. ചിലതെല്ലാം അഴിയാണ്. ഈ പ്രാരംഭത്തിൽ തന്നെ ചിലതെല്ലാം അഴിയട്ടെ. പാരമ്പര്യമായി വർഷങ്ങൾ കൊണ്ട് പിന്തുടരുന്ന ചില ശാപ വേരുകൾ ഈ പകൽക്കാലം ആത്മാവിനാൽ അതെല്ലാം എരിഞ്ഞു മാറപ്പെടട്ടെ. വർഷങ്ങൾ കൊണ്ട് കുടുംബങ്ങളെ കെട്ടിയൊതുക്കിയ ചില ശാപത്തിന്റെ കുരുക്കുകൾ ഇന്ന് പകൽ ഇതിനകത്ത് അഴിയട്ടെ. ചില ശാപ വീടുകൾ ഇതിനകത്ത് അഴിയട്ടെ. ഈ പ്രഭാതത്തിൽ അങ്ങനെ ചിലതിനകത്ത് സംഭവിക്കട്ടെ. ഈ പ്രഭാതത്തിൽ അങ്ങനെ ചിലതിനകത്ത് സംഭവിക്കട്ടെ. അങ്ങനെ ചിലതിനകത്ത് സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. അങ്ങനെ ചിലതിനകത്ത് സംഭവിക്കട്ടെ. വർഷങ്ങളുടെ കെട്ടുകൾ ഇതിനകത്ത് അഴിയട്ടെ. പാരമ്പര്യമായി ചിലതെല്ലാം കുരുക്കി വച്ചിരിക്കുന്ന ചില കുരുക്കുകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.
Thank you, Jesus. പരിശുദ്ധാത്മാവെ അങ്ങ് ഇതിനകത്ത് ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ഇതിനകത്ത് ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്ത് വരുന്നതിനായി സ്തോത്രം. സ്വർണ്ണ വലിയ അത്ഭുതം വരുന്നു. അസാധാരണ വഴിത്തിരിയും ഇന്ന് പകലിൽ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന് പകരുന്നതിനായി സ്വർണ്ണ വലിയ അത്ഭുതം വെച്ചു. Hallelujah. പരിശുദ്ധാത്മാവിന്റെ നടുവിലുള്ള ദുർവിശുദ്ധി മെസ്സേജ് പ്രസംഗിക്കാൻ വേണ്ടിയാണ് രക്ഷപ്പെട്ട ദൈവാത്മാവിന്റെ ചിന്തകളെ മാറ്റി വേറൊരു സന്ദേശത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് പോവാം. ഗലാത്യ ലേഖനം എന്നെടുക്കാമോ? ഗലാത്യ ലേഖനം എന്നെടുക്കാമോ? ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. വായിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു ജാതികൾക്ക് വരേണ്ടതിനും നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയാമോ? ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. എത്രപേർക്കുറപ്പുണ്ട്? എനിക്ക് പകരം ക്രിസ്തു ശാപമായി തീർന്നു എന്ന് എത്രപേർക്ക് ഉറപ്പുണ്ട്? മാത്രം കരവീശിയ കർത്താവിന്റെ സ്തോത്രം. ഒന്നെല്ലാവരും ശബ്ദം വെച്ച് പറയുമ്പോ ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. 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 ഇത് പറയുമ്പോൾ വർഷങ്ങൾ കൊണ്ടും പിന്തുടരുന്ന ചില ശാപ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇതെല്ലാം എന്റെ സന്ദേശമായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ചില കുരുക്കുകൾ ഇന്ന് പകലിനകത്ത് അഴിയാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടു. അതുകൊണ്ട് മരത്തിന്മേൽ തൂങ്ങാൻ ആഗ്രഹത്തില്ല, ആഗ്രഹിക്കത്തില്ല. റോമാൻ ഗവൺമെന്റ് ആണ് കുറ്റവാളികൾക്ക് ക്രൂശ് മരണം, അങ്ങനെ ഒരു മരണം ഏർപ്പെടുത്തിയത് റോമൻ ഗവൺമെന്റ് ആണ്. ഹല്ലേലൂയ. അതിക്രൂരമായ മരണമാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. അത് ദാരുണമായ മരണമാണ്, കണ്ടു നിൽക്കാൻ ഒത്തിരി പ്രയാസമാണ്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിനനുസരിച്ച്
മരത്തിന്മേൽ ആരെങ്കിലും തൂങ്ങി മരിച്ചാൽ ആ കുടുംബം ശാപമാണ്. ഹല്ലേലൂയ. പക്ഷേ വചനം പറയുന്നു, എന്റെ നിങ്ങളെയും സകല ശാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു കാൽവരിയിൽ കയറി. ഇത് പറഞ്ഞത് വിശ്വസിക്കണം. എന്റെ സകല ശാപത്തെ ചുമന്ന് യേശു ക്രൂശിൽ കയറി. എത്ര വിശ്വസിക്കുന്നു? ശാപം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ശാപം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ശാപത്തിൽ നിന്ന് യേശുവിനെ സ്വതന്ത്രമാക്കി വിശ്വസിക്കുന്നു. ശാപം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതിനപ്പുറം അടുത്ത തലം നിങ്ങൾ വിശ്വസിക്കണം. എന്റെ സകല ശാപത്തെ യേശു കാൽവരിയിൽ ക്രൂശിൽ വഹിച്ചു. ശാപമുണ്ടെങ്കിൽ ശാപമുണ്ടോ? ഉണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശാപമുണ്ട്. ഞാൻ അങ്ങനെ കഴിഞ്ഞ ഒരു കുടുംബത്തിലെ വ്യക്തിയാണെന്ന് പകലും മൈക്കും പിടിച്ച് നിങ്ങളെ മുമ്പിൽ ഒറ്റവാക്കി ഞാൻ അതൊക്കെ പറഞ്ഞങ്ങ് പോവാം. എന്റെ കുടുംബം ഒരു ശമിക്കപ്പെട്ട കുടുംബത്തിനകത്ത് നിന്നാണ് ഞാൻ ജനിച്ചു വളരുന്നത്. എന്തൊക്കെ ചെയ്തിട്ട് ഒരു ഗതി പിടിക്കുന്നില്ല. നന്നാകത്തില്ല. ബിസിനസ് ചെയ്ത് നോക്കി, ജോലി ചെയ്ത് നോക്കി, ഒരു ആഹാരം പോലും ശരിക്കും ഉണ്ടാക്കി കഴിക്കാൻ കഴിയത്തില്ല. സമാധാനമില്ല, സ്വസ്ഥതയില്ല, കടഭാരം, സകലതും നഷ്ടപ്പെട്ടു. ശാപം പിടിച്ചു കിടന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കടന്നു പോയാലും നോക്കുന്നവർ ഒറ്റ നോട്ടത്തിൽ പറയും, ഈ കുടുംബം ശപിക്കപ്പെട്ടതാണ്. നമ്മൾ ചില കുടുംബങ്ങളെ കാണുമ്പോൾ, ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്തോ ശാപത്തിന്റെ കീഴിലാണ്. നമ്മളെ നോക്കി ചിലരൊക്കെ പറയുന്നത്, ഇവൻ എന്തോ ശാപത്തിന്റെ കീഴിലാണ്. ഇന്ന് പകൽ ഞാനൊരു ഗുഡ് ന്യൂസ് പറയാം. സകല ശാപങ്ങളും കാൽവരിയിൽ ക്രൂശിൽ വഹിച്ചവന്റെ പിന്നാലെയാണ് ഞാൻ നിങ്ങളെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സകല ശാപങ്ങളും കാൽവരിയിൽ ക്രൂശിൽ വഹിച്ചവന്റെ പിന്നാലെയാണ് ഞാൻ നിങ്ങളെ ഉറങ്ങി തിരിച്ചിരിക്കുന്നത്. കരമടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കരമടിക്കണം. പക്ഷെ നിങ്ങളുടെ അകത്ത് ഞാൻ പറയുന്ന ഓരോ വേർഡും നിങ്ങളുടെ അകത്ത് വീഴണം. വചനമാണ് നമ്മെ സ്വതന്ത്രമാക്കുന്നത്. വചനമാണ് നമ്മെ വിടിവിക്കുന്നത്. വചനമാണ് നമുക്ക് നിലനിൽക്കുന്ന സൗഖ്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ അകത്ത് ഇടുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തിരിക്കും. ജീവിതത്തിന്റെ ഗതി ഈ പകൽക്കാലത്ത് തിരിയാൻ പോകുന്നു. ചില വചനങ്ങൾ നിങ്ങളുടെ മുമ്പില് ഞാൻ പ്രിപ്പയർഡ് അല്ലേ വചനം. കാരണം ഞാൻ ഈ ഭാഗമല്ല നോക്കിയിട്ട് വന്നത്. ആവർത്തന പുസ്തകം നടക്കാമോ? ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷ്യ വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. ഹല്ലേലൂയ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എന്നതിന് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വഹിക്കുന്നു. എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മൾ കണ്ണു തുറന്ന് ആകാശത്തെ കാണുന്നുവെങ്കിൽ, കണ്ണു തുറന്ന് ഭൂമിയെ കാണുമെങ്കിൽ,
ഇതിനകത്ത് ജീവനുണ്ട്, മരണമുണ്ട്, അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും. എന്തോന്നുകൂടെ വായിച്ചു? അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. ഓരോ പദങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സാക്ഷി വയ്ക്കുന്നു. ആകാശം സാക്ഷി പറയും, ഭൂമി സാക്ഷി പറയും. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ കണ്ണിൽ ശാപം ഇരിപ്പുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ജീവൻ ഇരിപ്പുണ്ട്, നിങ്ങളുടെ മുമ്പിൽ മരണം. ഒരുപാട് പുസ്തകം 22-ാമത്തെ അതിലെ 3-ാം വാക്യം വാക്യമോ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഇനി ഉണ്ടാകുകയില്ല. 21-ന്റെ വായിക്കാമോ? 1-2. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ട്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒഴുകി സ്വർഗത്തിൽ നിന്ന് ദൈവസിംഹാസനത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ വെളിപ്പാടിൽ കാണുന്ന ഒരു കാര്യം അകത്തത് വീഴണം. വളരെ ശാന്തമായി പറയുന്നത് നിങ്ങളുടെ അകത്തത് വീഴണം. അതുകൊണ്ടാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ എന്താ വായിച്ചേ? അനുഗ്രഹവും ശാപവും ജീവൻ മരണവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെ ഭൂമിയെ ഞാൻ സാക്ഷി വയ്ക്കുകയാണ്. അപ്പൊ ആകാശത്തെ നമ്മൾ കാണുമ്പോൾ, ഭൂമിയെ നമ്മൾ കാണുമ്പോൾ, ഭൂമിയും ആകാശവും നമ്മളോട് പറയുന്ന സാക്ഷ്യം എന്താ? എന്റെ മുമ്പിൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇരിക്കുന്നതാണ്. മനസ്സിലായോ? അടുത്ത പദം യോഹന്നാൻ വെളിപ്പാടിൽ കാണുകയാണ്. എന്തുകൊണ്ട് വായിച്ച് 21? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. മതി, അവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അതായത് നമുക്ക് സാക്ഷി പറയാൻ വേണ്ടി ദൈവം വെച്ച ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. അനുഗ്രഹത്തിനായും ശാപത്തിനായും ജീവനായും മരണത്തിനായും ദൈവം വച്ചിരുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. പകരം മണവാട്ടിക്കായി അലങ്കരിച്ചിരിക്കുന്ന പുത്തൻ പുതു യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോ ഇന്ന് കാണുന്ന ഈ ഭൂമിയും ഇന്ന് കാണുന്ന ആകാശത്തെയും ഒഴിഞ്ഞു പോകും. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. തീക്കായി നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഈ ഭൂമി എല്ലാം ചുട്ട് ചാമ്പലാവും, നശിച്ചു പോകും. പക്ഷെ അപ്പോഴേക്കും പുതിയ ആകാശവും പുതിയ ഭൂമി വെളിപ്പെട്ടു വരും. അവസാനം വായിച്ച 21-ന്റെ 3-ാം വാക്യം വായിച്ചത് യാതൊരു ശാപവും യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പുതിയ ഭൂമിയും വരുമ്പോൾ അതിനുശേഷം ശാപം വന്നിട്ടില്ല. അകത്ത് വീഴണം. അപ്പോ ഈ പുതിയ ആകാശവും പുതിയ ഭൂമി എപ്പോഴുണ്ടാകുന്നത് വെളിപാട് പുസ്തകങ്ങൾ വായിക്കാൻ വീഴും. കർത്താവ് വന്ന് തന്റെ മണവാട്ടി സഭയെ ചേർത്ത് കൊണ്ടുപോകും. അതിനുശേഷം 7 വർഷം മഹാഭദ്രകാലാണ്. അതിനുശേഷമാണ് ഈ ഭൂമി എന്ത് ചെയ്യും?
നശിക്കും. ദൈവം തന്റെ മണവാട്ടിയുമായി 1000 സംവത്സരം വാഴുവാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. പുതിയ യെരൂശലേമായി പുത്തനാകാശം പുത്തഭൂമിയായിട്ട് അതിന്റെ വിഷയമല്ല, അടുവിടെയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇനി യാതൊരു ശാപവും ഉണ്ടാകത്തില്ല. ഇനി യാതൊരു ശാപവും ഉണ്ടാകത്തില്ല. അപ്പൊ അതുവരെ എന്തുണ്ട്? മനസ്സിലായോ? നിങ്ങൾക്ക് അതിന്റെ ആശയങ്ങളോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞ ആശയങ്ങൾ ഒരകത്ത് വീണു. ഒരകത്ത് ശരിക്കും വീണോ അതിന്റെ ആശയം? അതായത് കർത്താവ് തന്റെ മണവാട്ടിയുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ ഭൂമിയിൽ എന്തുണ്ട്? കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഈ ഭൂമിയും ഈ ആകാശത്തെയും ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പൊ അതുവരെ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ ശാപം ഉണ്ട്. പക്ഷേ ഇന്ന് പകല് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ശാപം ഉണ്ടെന്ന് പറയാനല്ല. നിങ്ങളുടെ ശാപം 2023 വർഷങ്ങൾക്ക് മുമ്പ് വഹിച്ചുകൊണ്ട് പറയാൻ. അതിന്റെ വേഗത്തിൽ ചില വചനങ്ങൾ അകത്ത് ഞാൻ ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്നും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ശാപങ്ങളുടെ 2-3 പേര് അല്ലേ? ഒന്ന് അകത്തത് എട്ടുതരാൻ ആഗ്രഹിക്കുന്ന പ്രമാണ പുസ്തകം. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന പദങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അകത്ത് ഇത് വീഴണം. പകരം പുറപ്പാട് പുസ്തകം എടുക്കാം. അതിന്റെ 5-6 വാക്യം വായിക്കണം. പകയ്ക്കുന്നവരിൽ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നെ സ്നേഹിച്ച് എന്നെ പകയ്ക്കുന്നവരിൽ അതുകൊണ്ട് വായിക്കാം. എന്നെ പകയ്ക്കുന്നവരിൽ വളരെ ദിവസത്തേക്ക് ഓർത്ത് വായിച്ചു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ. എത്ര തലമുറ വരെ? എത്രാമത്തെ തലമുറ വരെ? എല്ലാവരുടെ അകത്ത് വീണോ? എത്രാമത്തെ തലമുറ വരെ? ഹല്ലേലൂയ. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ വ്യാപരിക്കും. ഒരു തലമുറ എത്ര നൂറ്റാണ്ടെന്നറിയാം? എത്ര വർഷം അറിയാം? ഒരു തലമുറ കണക്കുന്നത് 40 വർഷം. 40 × 4 160 വർഷങ്ങൾക്ക് മുമ്പുള്ള ശാപങ്ങൾ വരെ അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിനകത്തിരിക്കുന്ന ഏറ്റവും 90 വയസ്സുകാരുണ്ടോ? 80 വയസ്സ്, 70 വയസ്സ്, 60 വയസ്സ്, 60 വയസ്സ് വരെ ഉണ്ട്. നിങ്ങളുടെ അപ്പനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അപ്പന്റെ അപ്പനെ അറിയായിരിക്കും. പക്ഷെ അതിന് മുമ്പിലത്തെ തലമുറ അറിയത്തില്ല. അറിയാമോ? അറിയത്തില്ല. അവരുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ, കുറ്റം സംഭവിച്ചോ, അവരേതെങ്കിലും ശാപത്തിന് അടിമപ്പെട്ടവരാണോ നമുക്കറിയാമോ? അറിയത്തില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത് എത്ര മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത്. അപ്പോ 4ാമത്തെ തലമുറ വരെ എന്ത് ചെയ്യും? ഇത് എന്റെ ഞാൻ തെറ്റിയതുകൊണ്ട് സംഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ചെയ്യാത്ത തെറ്റും എന്റെ പിതാക്കന്മാരിലൂടെ കൈമാറി വരാം.
ഹല്ലേലൂയ. 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 പിതാക്കന്മാരിൽ എന്ത് ചെയ്യാം? കൈമാറി വരാം. നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ സാധാരണ പറയുന്ന ചില പറയുന്നുണ്ടല്ലോ, മുള്ളിന്റെ മുണ്ടില് മുള്ളൻ കുരുക്കത്തുള്ളൂ. എന്ത് അർത്ഥം? നമ്മൾ പറഞ്ഞു കളയുന്ന വാക്കാണത്. മുള്ളിന്റെ മുണ്ടിൽ എന്റെ അർത്ഥം എന്താ? അപ്പൻ്റെത് അതുപോലെ വരുമെന്നല്ലേ അർത്ഥം? ചില കുടുംബത്തിനകത്ത് അപ്പൻ എന്താണോ അതായിരിക്കും. അപ്പൻ അറ്റേക്കൊന്ന് മരിച്ചാൽ അതേ പ്രായത്തോളം പോകാനും. ചില കുടുംബത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദുർമരണങ്ങൾ, ഒന്ന് മാറി ദുർമരണങ്ങൾ. ചില കുടുംബത്തിന് ഒത്തിരി സമ്പാദ്യങ്ങൾ, പക്ഷെ അത് അനുഭവിക്കാൻ അവർക്ക് കഴിയത്തില്ല. ചില കുടുംബത്തിന് ചില 10 ലക്ഷം രൂപയുടെ ആസ്തിയാണ്. എന്തെങ്കിലും ഒരു അസുഖം വരും, അത് അത്രയും തീരുന്നതും അവര് തീരും. ചിലർക്ക് 1 കോടി ആസ്തിയാണ്, അത് തീരുമ്പോ അവര് തീരും. പിന്നെ അടുത്ത തലമുറകൾ വാടക കിട്ടി കഴിയേണ്ട അവസ്ഥ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ചില കുടുംബത്തിനകത്ത് എത്ര ചികിത്സിച്ചാലും അസുഖം മാറത്തില്ല. വീട്ടിനകത്ത് തന്നെ മെഡിക്കൽ സ്റ്റോർ ആക്കി മാറ്റും. ഞാൻ പറയുന്നത് ശരിയാണ്? ഞാൻ പറയുന്നത് ശരിയാണെന്ന് കണ്ടിട്ടോ? ഇങ്ങനെ ചിലര് ലക്ഷക്കണക്കിന് രൂപ വാരി കൂട്ടും, പക്ഷെ അവിടെ തലമുറകൾക്ക് പോലും അത് അനുഭവിക്കാൻ കഴിയില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ശാപത്തിന്റെ പേര് അവർക്ക് അറിയാതെ എവിടെയോ മറച്ചിട്ടുണ്ട്. എല്ലാം കണ്ടു, ഒരു നിമിഷം എല്ലാം കണ്ടു, ഒരു നിമിഷം എല്ലാം കണ്ടു. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആരും കണ്ടോ നോക്കല്ലോ, ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു ശാപം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കരം പറ്റും. വേറെ ആരും കണ്ടോ? ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ കുടുംബത്തിനകത്ത് പാരമ്പര്യമായി എന്തൊക്കെയോ വേട്ടയാടുന്നുണ്ട്. അങ്ങനെ പറയുന്നവർ അതെല്ലാം കരം വെറുതെ കരപ്പെടുത്തില്ല. ദൈവം വെറുതെ ആരും കരപ്പെടുത്തരുത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ അകത്ത് വീട് കാണുമല്ലോ. എന്റെ കുടുംബത്തിനകത്ത് പാരമ്പര്യമായി പിതാക്കന്മാരിലൂടെ ചിലതെല്ലാം എന്റെ കുടുംബത്തിനകത്ത് കയറി കൂടിയിട്ടുണ്ട്. ചിലതെല്ലാം എന്നെ അസഹ്യപ്പെടുത്തുന്നുണ്ട്. മുൻപോട്ട് പോകുവാൻ വേണ്ടി ഞാൻ പലതും ആഗ്രഹിച്ചിട്ട് എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. ചെയ്യുന്നതെല്ലാം നല്ലതാണ്, പക്ഷെ എവിടെയെല്ലാം വെച്ചതെല്ലാം സ്റ്റോപ്പായി പോകുന്ന അനുഭവമാണ്. അങ്ങനെയുള്ളവർ മാത്രം നിങ്ങളകത്ത് ഞാൻ ഈ പറഞ്ഞത് അകത്ത് വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്റെ മേൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം കരം വരുന്നത്. എല്ലാ കാര്യങ്ങളും താഴ്ത്തി. ഒന്ന് ഞാൻ പറഞ്ഞു, പിതാക്കന്മാരുടെ ശാപം തലമുറകളിലേക്ക് കൈമാറി വരാം. ഒത്തിരി അനുഭവങ്ങൾ ബൈബിളിനകത്തുണ്ട്. പാരമ്പര്യ ശാപങ്ങൾ തലമുറകളെ തൊട്ട ഒത്തിരി കാര്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. പാരമ്പര്യമായി തലമുറകളെ തൊട്ട ഒത്തിരി അനുഭവങ്ങൾ ബൈബിളിനകത്തുണ്ട്. പാരമ്പര്യ ശാപം ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ അകത്ത് ഇതൊരു പിക്ചറായിട്ട് വീഴും. ഹല്ലേലൂയ. ഒരു ഉദാഹരണം എന്റെ കുടുംബത്തിനകത്ത് ഞാൻ പറഞ്ഞു. എന്റെ കുടുംബത്തിനകത്ത് എന്റെ പപ്പയുടെ ഫാമിലിക്കകത്ത് ഏകദേശം 50 വയസ്സ് ആ പ്രായം എത്തുമ്പോഴേക്കും ഇരിക്കുന്ന ഇരിപ്പിൽ അച്ഛൻ വന്ന് മരിക്കുന്ന ഒരു സ്വാധീനം കുടുംബത്തിനകത്ത്. ഞാൻ പറയുന്നത് ഉദാഹരണം പറഞ്ഞ എന്റെ പപ്പ, എന്റെ പിതാവ് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് ഒരു നെഞ്ചുവേദന പോലെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ സന്തോഷം പെട്ടെന്ന് അടുത്ത ഡോക്ടർ വന്ന് നോക്കുമ്പോഴേക്കും മരിച്ചത്. പപ്പയുടെ സഹോദരി രാവിലെ കച്ചവടത്തിന് പോകാൻ ബിസിനസ്സിന് പോകാൻ എഴുന്നേറ്റതാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നെഞ്ചുവേദന പോലെ വന്നു. അങ്കിൾ പോയി വണ്ടി പിടിച്ചോണ്ട് വന്നപ്പോഴേക്കും മരിച്ചു കിടന്നു. അതുപോലെ എന്റെ കൊച്ചപ്പൻ പെട്ടെന്ന് ജോലി കിട്ടുന്ന ക്ഷീണം തോന്നി എന്റെ വണ്ടി കയറ്റി ആശുപത്രിയിൽ എത്തുന്നതിന് മരിച്ചുപോയി. ഇതെല്ലാം ഒരു ആവറേജ് 50 വയസ്സാണ്. ഇതെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണ്, രോഗമുള്ളവരല്ല, നല്ല ആരോഗ്യമുള്ളവരാണ്. പക്ഷെ ഏകദേശം ആ ഒരു പ്രായം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും?
50 ആവറേജ് 50 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും 50, 51, 52, 48 ഈ പ്രായം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും? പെട്ടെന്ന് ഇരിപ്പില് ലോകത്തിന് മാറ്റും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു. ഇത് കുടുംബത്തിന്റെ മേൽ വ്യാപരിച്ചു കിടക്കുന്ന ശാപം. ഹല്ലേലൂയ. നിങ്ങളുടെ ആരുടെയും കുടുംബത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ ജനറേഷനിൽ വെച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അടുത്ത ജനറേഷൻ അത് കൈമാറുന്നു. പറയാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു ശാപം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ജനറേഷൻ വെച്ച് അതിനെ ബ്രേക്ക് ചെയ്യണം. നിങ്ങളുടെ തലമുറയ്ക്ക് അത് കൈമാറ്റം ചെയ്യണം. ഹല്ലേലൂയ. ഒന്ന് ജനറേഷൻ കഴ്സ്, അടുത്തൊന്ന് പേഴ്സണൽ കഴ്സ്, സ്വന്തമായി വരുത്തി വെച്ച ശാപം. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തോട് ഒത്തിരി കാര്യങ്ങൾ അത് പറയാം, അതുകൊണ്ട് ഞാൻ വേഗം ഓടിച്ചോടിച്ചു പോവുകയാണ്. പേഴ്സണൽ ശാപം. ശാപത്തിന്റെ തുടക്കമാണെന്ന് പറയുന്നത്, ശാപത്തിന്റെ കാരണം എന്ന് പറയുന്നത്, ശാപത്തിന്റെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാപത്തിന്റെ കാരണം അനുസരണയാണ്. ഒറ്റ വാക്കിൽ അനുസരണക്കേടെന്ന പദത്തിനകത്ത് ഞാൻ നിർത്തുകയാണ്. ശാപം എന്ന പേരിനെ ഒറ്റ വാക്കിൽ അനുസരണക്കേടെന്ന പദത്തിനകത്ത് നിർത്തുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. നിന്റെ ആയുഷ്കാലങ്ങളൊക്കെയും കൂടിയിരുന്നു. ഞാൻ നിനക്ക് സ്ത്രീക്ക് നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയുടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ കഴിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലങ്ങൾക്ക് നീ കഷ്ടതയോടെ അതിൽ നിന്ന് അപവൃത്തി കഴിക്കും. ഉള്ളും പറക്കരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ഉള്ളും പറക്കാരെ നിനക്ക് അതിൽ നിന്ന് ലഭിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഭൂമി. അനുഗ്രഹിക്കപ്പെട്ട ഭൂമി, ദൈവം സൃഷ്ടിച്ച അനുഗ്രഹിക്കപ്പെട്ട ഭൂമി അതെന്തായി തീർന്നു? ദൈവം സൃഷ്ടിച്ചത് ശാപമല്ല, ദൈവം സൃഷ്ടിച്ചതെല്ലാം അനുഗ്രഹമാണ്. അതെങ്ങനെ ശാപമായി തീർന്നത്? പാപം നിമിത്തം. പാപത്തിന്റെ കാരണം അനുസരണക്കേട്. ഹല്ലേലൂയ. അതല്ലേ ഇതിന്റെ കാര്യം. ദൈവം എന്ന് പറഞ്ഞു, നീ തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച ഫലം അനുസരണക്കേട് അവര് കാണിച്ചു. അനുസരണക്കേട് പാപമായി തീർന്നു. പാപത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ശാപം. ഞാൻ പറഞ്ഞ പാപം ഇവിടെ വ്യക്തിപരമായി ദൈവം ശപിക്കുകയാണ്. ഒന്ന് പാമ്പിനെ ശപിച്ചു, 2 മനുഷ്യനെ ശപിച്ചു, സ്ത്രീയെ ശപിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യക്തിപരമായ ശാപം. വ്യക്തിപരമായ ശാപം ഉണ്ട്. പേഴ്സണൽ കഴ്സ് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പേഴ്സണൽ കഴ്സിന്റെ ഒരു ഉദാഹരണമാണ് അത് തലമുറകളിലേക്ക് വ്യാപിച്ചു. തമിഴ്നാടിന്റെ അതിർത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധനികനായ മനുഷ്യൻ താമസിക്കുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ പുറമ്പോക്ക് വസ്തുവാണ്. പുറമ്പോക്ക് വസ്തുവിൽ ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു മനുഷ്യൻ ഒന്ന് താമസിച്ചു. ആ വീടിന്റെ മുമ്പിലാണ്. അദ്ദേഹത്തിന് നാണക്കേടാണ്. ഈ പാവപ്പെട്ടവരെ വന്ന് വീട്ടിന്റെ മുമ്പിൽ താമസിക്കുന്നത് അദ്ദേഹത്തിന് നാണക്കേടാണ്. ഇദ്ദേഹത്തിന് അതെ, കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പോകുന്ന വഴിയിലാണ്, ഇദ്ദേഹത്തിന്റെ രഥം ഓട്ടിച്ചു പോകുന്ന അല്ലെങ്കിൽ കുതിര വണ്ടി ഓട്ടിച്ചു പോകുന്ന വഴിയിലാണെന്നത് ഈ പാവപ്പെട്ട ഈ അദ്ദേഹത്തിന്റെ മക്കള് മലമൂത്ര വിസർജനം നടത്തുന്നത്. കാരണം അവർക്ക് പ്രത്യേക സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ അവർ കളിക്കുന്നതെല്ലാം ഈ ധനികന്റെ വീട്ടിന്റെ മുമ്പിലാണ്, അതായത് കോമ്പൗണ്ടിന്റെ പുറമ്പോക്ക് വസ്തുവിലാണ്. ഈ മനുഷ്യനെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ധനികനായ മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതിനുള്ള ഇന്നില്ല. അവർക്ക് പോകാൻ വേറെ ഇടമില്ല, അവർക്ക് പോകാൻ താമസിക്കാൻ വേറെ വഴികളില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? അവർ തന്നെ താമസിച്ചു. അങ്ങനെ എനിക്ക് ഒരിക്കൽ ഈ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടില് ഒരു പശുക്കിടാവത്തിൽ അതിന്റെ തള്ള മരിച്ചു പോയിട്ട് വളർത്താൻ കഴിയില്ലാതെ ആരോ കൊടുത്ത പശുക്കിടാവ് കുഞ്ഞു കുട്ടി അതിനെ ഈ പാവപ്പെട്ട ദരിദ്രന്റെ മക്കളെടുത്ത് വളർത്തി, അവരെ കൂടെ കടത്തി വളർത്തി. അതുകൊണ്ട് കുടുംബം അതിനെ കൂടുതലായി. ഒരു ദിവസം ഈ പശുക്കിടാവ് അതിന്റെ കഴയത് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ധനികനായ മനുഷ്യന്റെ കൃഷിയിടത്ത് കയറി എന്ത് ചെയ്തു? എല്ലാം മേയ്ക്ക് നശിപ്പിച്ചു. ഇവരവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഈ ധനവാനായ മനുഷ്യന് ഒത്തിരി തക്കം പാർത്തിരുന്നു. പക്ഷേ വളരെ യാദൃശ്ചികമായ ഒരു അവസരം എന്തുവാ? അദ്ദേഹം ഉടനെ അദ്ദേഹത്തിന്റെ ആൾക്കാർ പറഞ്ഞു, പശുക്കിടാവിനെ പിടിച്ചു കെട്ടി ജീവനോട് അതിന്റെ തോളിൽ എന്ത് ചെയ്തു? ഉരിച്ചു മാറ്റുന്ന സമയം ആ ദരിദ്രനെ കുറിച്ച് ഓടി വന്നിട്ട് ആ ധനികന്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, യജമാനെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് ഒരവസരം തരണം, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ കാശ് തന്നു തീർക്കാം, അതിന് ജീവനോടെ പോകണം. ഇദ്ദേഹത്തിന് അവസരം കിട്ടിയതുകൊണ്ട് ഇദ്ദേഹം ചെയ്തു ഇല്ല, അതിനെ പച്ചയോടെ ജീവനോടെ പിടിച്ച് തുരിയടിച്ച് ചെയ്തു. കുഞ്ഞവൻ അത് ജീവനോടെ കരഞ്ഞു പിടിച്ചു, ഒടുവിൽ മരിച്ചു. ഹല്ലേലൂയ. ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ ദരിദ്രനായ മനുഷ്യൻ അവിടെ നിന്ന് മാറി എവിടെയോ പോയി ജീവിച്ചു. നിങ്ങൾ നോക്കണം, ഇത് ശാപമാണോ അനുഗ്രഹം? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒത്തിരി കാശുണ്ട്, പക്ഷെ ഇത് ശാപമായി. അദ്ദേഹത്തിന് മക്കൾ ജനിച്ചു, കൊച്ചുമക്കൾ ജനിച്ചപ്പോൾ കൊച്ചുമകൻ ജനിച്ചു വന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ കാല് നമ്മുടെ സാധാരണ കാല് പോലെയല്ല, പശുവിന്റെ കുളമ്പ് പോലത്തെ കാലുമായിട്ട് കുഞ്ഞി ജനിച്ചു. 3ാം തലമുറ ജനിച്ചു. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ ശാപം 3ാമത്തെയും 4ാമത്തെയും തലമുറ. ഹല്ലേലൂയ. ഇതുപോലെ ഞാൻ ഉദാഹരണം പറയാം. ഇതുപോലെ വ്യക്തിപരമായി വരുത്തി വെച്ച ചില ശാപങ്ങൾ, അത് വാക്കിലൂടെ പറഞ്ഞ ശാപമാണ്. വളരെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വാക്കിലൂടെ പറഞ്ഞ ശാപങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇത് അതെല്ലാം ഇതിനകത്ത് ട്രാക്ക് ചെയ്യണം. വാക്കിലൂടെ പറഞ്ഞ ശാപം എന്തോ ഞാൻ ഗതി പിടിക്കുന്നില്ല, ഞാൻ നന്നാകത്തില്ല, എന്റെ അവസ്ഥ ഇങ്ങനെയല്ല, എന്ന് ഇതുപോലെ തീരും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുടെ നമ്മൾ തന്നെ നമ്മുടെ വാക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ശാപമാക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ മരം കഴുത, അത് പഠിക്കത്തില്ല, കുഞ്ഞുങ്ങളുടെ മേൽ പറഞ്ഞു വെച്ച മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മേൽ അത് അധികാരമുണ്ട്. നിങ്ങളുടെ തലമുറകളെ കുറിച്ച് പറയുന്ന ചില പേടുകൾ അതെന്താണ്? ശാപമായി ചിലവാണ് ജീവിതത്തിൽ. കുഞ്ഞുങ്ങളാണ് അവർക്ക് കുറുമ്പുകാട്ടം, പക്ഷെ നിങ്ങളുടെ വാക്ക് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ശമിക്കരുത്. വാക്കുകൊണ്ട് വന്ന ശാപം. ഹല്ലേലൂയ. വ്യക്തിപരമായ ശാപം. ഹല്ലേലൂയ. ജനറേഷണൽ
കൈസസ്, ചില രോഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പന് വന്ന അതേ ചില ഷുഗർ കണ്ടിന്യൂസ്ലി ഷുഗറാണ്, ആണോ അല്ലേ? കണ്ടിന്യൂസ്ലി ഷുഗർ അപ്പനുണ്ട്, അപ്പനുണ്ട്. ഇപ്പൊ 25 വയസ്സ് ജനിക്കുമ്പോഴേ ഷുഗറോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതിനെല്ലാം പിടിച്ചൊരു ശാപമുണ്ട്. ഹല്ലേലൂയ. എത്ര ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയാണെന്ന് കൊണ്ട് ഞാൻ പറയുന്നത്. ഇന്ന് പകല് ഞാൻ ഇതെല്ലാം ഇതിനകത്ത് ബ്രാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് വേറെ മെസ്സേജ് പ്രസംഗി അറിയിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ അക്കത്തിൽ കിട്ടുകയാണ് പറയുന്നത്. ലൈഫ് തിരിയണം. പകലുകൊണ്ട് നമ്മുടെ ജീവിതം തിരിയണം. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ശാപം കടന്നു ഗതി പിടിക്കത്തില്ല. എന്റെ അനുഭവത്തിലാണ് ഗതി പിടിക്കത്തില്ല. നമ്മുടെ ഗതി തിരിയണമെങ്കിൽ ഈ ശാപം പൊട്ടിയവൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ അകത്ത് ശാപവും അനുഗ്രഹം എന്താണെന്ന് അറിയാൻ വേണ്ടി ബൈബിളിനകത്ത് അനുഗ്രഹത്തെയും ശാപത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. അനുഗ്രഹത്തെ പുതിയ നിയമത്തിനകത്ത് ശാപത്തെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് പകല് അനുഗ്രഹം എന്താണ്, ശാപം എന്താണ്, അതിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അനുഗ്രഹത്തെ ശാപത്തെ കുറിച്ച് ഏറ്റവും അധികം ബൈബിൾ പരാമർശിക്കുന്ന പുസ്തകം ആവർത്തന പുസ്തകം 28-ാം അധ്യായമാണ്. ഹല്ലേലൂയ. അതുപോലെ ജസ്റ്റ് നമുക്ക് അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ അല്ലെങ്കിൽ ചിന്തിക്കുന്നു, അനുഗ്രഹത്തെ കുറിച്ച് വൈകിട്ട് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഈ പകൽക്കാലം ശാപത്തിന്റെ കെട്ടുകളിനകത്ത് പൊട്ടിക്കണം. വൈകുന്നേരം അനുഗ്രഹത്തെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് എന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകൾ പ്രണാമിച്ച് നടന്നാൽ എന്റെ ദൈവമായ യഹോവ എന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, വയലിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും എന്റെ കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. എന്റെ കുട്ടയും മാവും കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി എന്റെ നേരെ വരും, 7 വഴിയായി എന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. യഹോവ എന്റെ കളപ്പുരകളിൽ ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് അനുഗ്രഹം കൽപ്പിക്കും. എന്റെ ദൈവമായ യഹോവ എനിക്ക് തരുന്ന ദേശത്ത് അവൻ എന്നെ അനുഗ്രഹിക്കും. എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രണാമിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ എന്നോട് സത്യം ചെയ്തതുപോലെ എന്നെ തനിക്ക് വിശുദ്ധമാക്കും. യഹോവയുടെ നാമം എന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികൾ കണ്ട് എന്നെ ഭയപ്പെടും. എനിക്ക് തരുമെന്ന് യഹോവ എന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ എന്റെ നന്മയ്ക്കായും ഗർഭഫലത്തിനും കന്നുകാലിയുടെ ഫലത്തിനും എന്റെ നിലത്തിലെ ഫലത്തിന് എനിക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്തിന് എന്റെ ദേശത്തിന് മഴ തരുവാനും എന്റെ വേലയൊക്കെ അനുഗ്രഹിക്കുവാൻ യഹോവ എനിക്ക് തന്റെ ഭണ്ഡാരമായി സ്വർഗം തുറക്കും. ഞാൻ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ ഞാൻ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് എന്നോട് ആജ്ഞാപിക്കുന്ന എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രണാമിച്ചു നടന്നാൽ യഹോവ എന്നെ വാലല്ല തലയാക്കും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് എന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് എന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകൾ പ്രണാമിച്ചു നടന്നാൽ. രണ്ടാം വാക്യം എന്റെ ദൈവമായ യഹോവ എന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ കേട്ട് ശ്രദ്ധയോടെ അനുസരിച്ചാൽ. എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രണാമിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ എന്നോട് സത്യം ചെയ്തതുപോലെ എന്നെ തനിക്ക് വിശുദ്ധമാക്കും. തന്റെ നല്ല ഭണ്ഡാരമായ പിന്തുടർന്ന് സേപ്പാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറില്ല. ഇത്രയും വായിച്ചിട്ട് എന്താ മനസ്സിലായി? അനുഗ്രഹം. അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. ഈ വായിച്ചാൽ മനസ്സിലായി.
അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിന്റെ ബേസ് ഒന്നാം വാക്യം കൽപ്പനകൾ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ അനുഗ്രഹം, അനുഗ്രഹിച്ച് നടന്നില്ലെങ്കിൽ ശാപം. ഹല്ലേലൂയ. 15-ാമത് വാക്യം മുതൽ തീർത്ത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. വീട്ടിൽ പോയിട്ട് 15 തീർത്ത് വായിക്കണം. 15-ാം വാക്യം മുതൽ ശാപത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പകല് വായിക്കാൻ എന്നെ സമയമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ആ നീണ്ട ലിസ്റ്റ് എന്ത് ചെയ്യണം? വായിക്കണം. ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ 14 വാക്യം എഴുതിയെടുത്ത് 5 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന കാര്യം നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചു. എന്തുകൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് അനുഗ്രഹം പ്രാപിക്കുന്നില്ല? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ ശോധനയാണ്. നമ്മൾ കൈയടിക്കുന്നു, പാടുന്നു, ആടുന്നു, ചാടുന്നു, എല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവം പറയുന്ന അനുഗ്രഹം വെളിപ്പെടുന്നില്ല? ഒന്നാമത്തെ കാര്യം, ദൈവം പറയുന്ന ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ കേട്ട് അനുസരിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ മാർഗം, മെയിൻ ആയിട്ടുള്ള ഒറ്റ മാർഗം, ദൈവം എവിടുന്ന ശാപം വന്നത്? അനുസരണം കേട്ടതല്ലേ ശാപം? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു, അവിടെ മുതലാ ശാപം വന്നത്. ഹല്ലേലൂയ. ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും ആദാമ്യം പാരമ്പര്യത്തിനകത്തുള്ളതാണ്. ജനനത്തിനകത്ത് നമ്മുടെ മേലെ ഒരു ശാപമുണ്ട്. ഏത് ശാപം? ആദാമ്യ ശാപമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് പിതാക്കന്മാർ കൈമാറി വന്ന ആദാമ്യ ശാപമുണ്ട്. പാപത്തിന്റെ അത് പോയിട്ട് എന്തുവാ ജനറേഷനിൽ കൈമാറി വന്ന ചില ശാപങ്ങളും ഉണ്ട്. വ്യക്തിപരമായി വന്ന ചില ശാപങ്ങളും ഉണ്ട്. ഞാൻ ഒറ്റ വാക്ക് മാത്രം പറയാം. ഇതിനകത്ത് നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഒരു ശാപം ഉണ്ടെന്ന്? ഞാൻ വീണ്ടും ചോദിക്കുന്ന കാര്യം, നിങ്ങളിത് തിരിച്ചറിവാണ് നമ്മുടെ ലൈഫിനെ തിരിക്കുന്നത്. ഹല്ലേലൂയ. തിരിച്ചറിവാണല്ലോ നമ്മുടെ ലൈഫിനെ തിരിക്കുന്നത്. ഇന്ന് പകല് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇതിനകത്ത് പാരമ്പര്യമായിട്ടുള്ള എല്ലാം ഇന്ന് പകലൊരു സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ഞാൻ ഇതൊന്ന് വായിപ്പിച്ചത് 28-ാം അധ്യായത്തിനെ വായിപ്പിച്ചത് അനുഗ്രഹത്തിന്റെ ലിസ്റ്റാണ് നമ്മൾ വായിച്ചത്. അനുഗ്രഹത്തിന്റെ ലിസ്റ്റ്. ഈ അനുഗ്രഹത്തിന്റെ ലിസ്റ്റിനകത്ത് എത്ര അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു? നിങ്ങൾ ചിന്തിക്കുക. വചനത്തിന് മാറ്റമുണ്ടോ? ഇല്ല. ആകാശം മാറും, ഭൂമി മാറും. പക്ഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു വള്ളിക്കോ പുള്ളിക്കൊന്നില്ല, മാറ്റമില്ല. അപ്പൊ ഇതിനകത്ത് പറയുന്ന അനുഗ്രഹങ്ങൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പരപ്പോൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ മാവ് കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, കുട്ട അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം അനുഗ്രഹമായി കിടക്കുന്നത്. വാലെല്ലാം തലയാകും, താഴ്ചയെല്ലാം ഉയർച്ച പ്രാപിക്കും. എന്റെ ചോദ്യം, നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എത്ര അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കും? നിങ്ങൾ ചിന്തിക്കേ, ഒരു നിമിഷം തിരിഞ്ഞ് ചിന്തിക്കേ, ഒരു നിമിഷം തിരിഞ്ഞ് ചിന്തിക്കേ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. പക്ഷെ എത്ര അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനുഭവിക്കുന്നു? ഒരു നിമിഷം ചിന്തിച്ചോ, എത്ര അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുന്നു? ഇതിനകത്ത് വായിച്ചതിനകത്ത് എത്ര അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുന്നു? ഒരെണ്ണം, 2 10 ഒരെണ്ണം നേരെ അനുഭവിക്കുന്നു. എത്ര അപ്പൊ നമ്മൾ ഇറങ്ങി വന്ന മാർഗം തെറ്റാണോ? പിന്നെ വചനം തെറ്റാണോ? പിന്നെ എന്തുകൊണ്ടും അനുഭവിക്കുന്നില്ല? അത് പൊട്ടണമെന്ന് പറയാം. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മളിത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മളത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇനി
ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് ഒന്നിന്റെ 18. ഒരു വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള രണ്ട് പേരകത്ത് ഭയങ്കരമാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അവിടെ പറഞ്ഞ രണ്ട് വേട് നമ്മുടെ അകത്ത് വീഴണം. രണ്ട് വേട്. ഒന്ന് വ്യർത്ഥം, രണ്ട് പാരമ്പര്യം. അകത്ത് വീണ രണ്ട് പേര് ഒന്ന് പറയാം. വ്യർത്ഥവും പിതൃപാരമ്പര്യം. എന്റെ ജീവിതത്തിനകത്തുള്ള നടപ്പ്, വ്യർത്ഥ നടപ്പ്. നിങ്ങൾ വ്യർത്ഥ നടപ്പെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ചിലപ്പോ നമ്മുടെ ഏത് മേഖലയ്ക്ക് നമ്മൾ ശാപം കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വ്യർത്ഥമായ നടപ്പ്, രണ്ട് പിതൃപാരമ്പര്യം. ഇത് രണ്ടും നേരെ ചിന്തിച്ച കാര്യമാണ്. വ്യർത്ഥമായ നടപ്പെന്തോ നമ്മൾ സ്വയമായി നമ്മളൊന്ന് ശോധന. ഇത് പകലിട്ടിരിക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങളൊന്ന് ശോധനയാണ്. നമ്മുടെ എവിടെയെങ്കിലും വ്യർത്ഥമായി നിങ്ങൾ ഭയങ്കര പാപം ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പാപികളാണ്, നിങ്ങൾ ക്രൂരന്മാരാണ്, അല്ലെങ്കിൽ അത് ചെയ്തത് അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് കുറവുണ്ടായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കാൻ പ്രാഗൽഭ്യമില്ലാത്ത നിലവാരത്തിൽ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഒന്ന് വ്യർത്ഥമായ നടപ്പ്, രണ്ട് പിതൃപാരമ്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞു പിതാക്കന്മാരുടെ ശാപം. മൂന്നാമത്തെ, നാലാമത്തെ. അത് വേറൊരു പേര് പുറപ്പാട് പുസ്തകത്തിനുണ്ട്. കൗലിടയന്മാർ 10ാം തലമുറ വരെ ദേവാലയത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അത്ര 10ാം തലമുറ ആര് കൗലിടയന്മാർ 10ാം തലമുറ വരെ. കൗലിടയന്മാർ അപ്പനുണ്ട്, അപ്പനാണെന്ന് അറിയത്തില്ല, നമുക്കറിയാലോ. അങ്ങനെ ജനിക്കുന്ന തലമുറകൾ 10ാം തലമുറ വരെ, അവരുടെ 10ാം തലമുറ വരെ ദേവാലയത്തിനകത്ത് പ്രവേശിക്കാൻ അവർക്ക് അനുവാദമില്ല. 10ാം തലമുറ വരെ ശാപമാണ് കുടുംബം. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട പറയുന്നത് നിങ്ങളുടെ ശാപങ്ങൾ 4ാം തലമുറ വരെയെങ്കിൽ കൗലിടയന്മാരെ കുറിച്ചുള്ള പറയുന്ന ശാപം 10ാമത്തെ തലമുറ വരെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അടിഞ്ഞു പോകുന്ന വെള്ളിയോ പൊന്നോ കൊണ്ടല്ല. അത് വളരെ ശ്രദ്ധിക്കണം. വ്യർത്ഥമായ നടപ്പ് പിതൃപാരമ്പര്യം, അല്ലേ? വ്യർത്ഥമായ നടപ്പ് പിതൃപാരമ്പര്യം. ഇതിൽ രണ്ടിനകത്തൊന്നും എന്റെ മേൽ ശാപം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കുക. അത് ഒന്നുകിൽ എന്റെ വ്യർത്ഥ നടപ്പുണ്ട്, അല്ലെങ്കിൽ പിതൃപാരമ്പര്യന്മാരിൽ നിന്ന് എന്നിലേക്ക് വന്ന ശാപമാണ്. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വെള്ളിയോ പൊന്നോ കൊണ്ടല്ല. എന്തോ അർത്ഥം അതിനർത്ഥം. എന്റെ മേൽ ഒരു ശാപം വീണെന്നിരിക്കട്ടെ, എന്റെ കുടുംബത്തിന്റെ മേൽ ഒരു ശാപം വീണെന്നിരിക്കട്ടെ.
ഇതിനകത്തുനിന്ന് ദൈവം എന്നെ സ്വതന്ത്രമാക്കിയത് വെള്ളിയോ പൊന്നോ കൊണ്ടല്ല നിഷ്കളങ്കമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാപം മാറാൻ വെള്ളിയോ പൊന്നോ മീൻസ് പണം കൊടുത്തത് കൊണ്ട് നടക്കത്തില്ലെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അല്ലേ പത്രോസ് ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പോലത്തെ ഡിജിറ്റൽ മണിയോ അല്ലെങ്കിൽ ഈ കാശല്ല. അന്ന് അവര് കാശുകളൊക്കെ ഇരുന്ന് വെള്ളി നാണയങ്ങളും സ്വർണ്ണ തുട്ടുകളുമാണ്. അല്ലേ പത്രോസ് എഴുതിയാണ് വെള്ളിയോ പൊന്നോ കൊടുത്തിട്ടല്ല നിങ്ങൾ വിലക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന വെള്ളിയും പൊന്നും കൊടുത്തിട്ടല്ല പാരമ്പര്യമായിട്ടുള്ള വൃദ്ധമായിട്ടുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വീണ്ടെടുത്തത്? നിർദോഷവും നിഷ്കളങ്കം. നിഷ്കളങ്കമായ നിഷ്കളങ്കം നിർദോഷം, ദോഷമില്ലാത്തത്, നിഷ്കളങ്കം, കളങ്കമില്ലാത്തതുമായ കുഞ്ഞാടിന്റെ എങ്ങനെ വിലയേറിയ രക്തം കൊണ്ടത്രേ. വിലയേറിയ രക്തം. ഹല്ലേലൂയ. 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 എന്നെ നിങ്ങളെയും ഈ ശാപത്തിൽ നിന്ന് ദൈവം വിലക്കി വാങ്ങി. ഹല്ലേലൂയ. എങ്ങനെ വിലക്കി വാങ്ങിയത്? രക്തം കൊണ്ട്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. എനിക്ക് നിങ്ങൾക്ക് മറുവിലയായി ദൈവം നൽകിയതാ രക്തം, കുഞ്ഞാടിന്റെ രക്തം. നിഷ്കളങ്കമായ, ദോഷമില്ലാത്ത, കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തമാണ് മറുവിലയായി നൽകിയത്. നിങ്ങളകത്ത് വീണാലെ ശോഭനാവും. അല്ല, നിങ്ങൾ ശാപം ഉണ്ടെന്നതാണ് നിങ്ങൾക്ക് പിടിയിട്ടോ? അതെ, പിടിയിട്ടോ? നീ ഒത്തിരി കാര്യം അതിനകത്ത് വിശദീകരിക്കുക. ഞാൻ ഒന്നും പോകുന്നില്ല. നിങ്ങൾ അകത്ത് വീഴണം. ഒന്നെങ്കിലും വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്റെ കുടുംബത്തിനകത്ത് അലട്ടുന്നുണ്ട്. അത് നിങ്ങൾ എങ്ങനെ സ്വതന്ത്രമാകേണ്ടത്? സ്വതന്ത്രമായിട്ട് ദൈവവചനത്തിനകത്തുള്ള ബോധ്യത്തിനകത്തുണ്ട്. നിങ്ങളെ ശാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങിയത് എങ്ങനെയാണ്? വില? എന്ത് വിലയാണ് കൊടുത്തത്? വെള്ളിയാണോ കൊടുത്തത്? പണമാണോ കൊടുത്തത്? ഏക്കറിന്റെ വസ്തുവാണോ കൊടുത്തത്? ഇതൊന്നും കൊടുത്തല്ല, വില കൊടുത്തല്ല വാങ്ങിയത്. എന്തോ വിലയൊക്കെ കൊടുത്തത്? വിലയുടെ രക്തം എന്ന് നിങ്ങൾ മനസ്സിലാവും. നിർദോഷമായത്, നിഷ്കളങ്കമായത്. ഈ ഭൂമിയിലുള്ള സകല ജനത്തിന്റെ ബ്ലഡ് എന്തുവാണ്? നിഷ്കളങ്കം, പാവമുള്ള രക്തമാണ്. അല്ലേ? ഏത് പാവമാണ്? ആദാമിന്റെ പാവം. ഇല്ലേ? ആണല്ലേ? അതൊക്കെ തൊട്ട ഒത്തിരി വിഷയമാണ്. നമുക്ക് പോകും. ഹല്ലേലൂയ. ആദാമിന്റെ പാരമ്പര്യത്തിനകത്താണ് സകല മാനവകുലവും ഭൂമിയിൽ പിറക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞ നമ്മുടെ മുതുമുത്തച്ഛനാരാ? ആദാം വീഴ്ത്തപ്പെട്ടു. ആദാമിന്റെ പാരമ്പര്യമായി വന്ന ശാപമുണ്ട്. സകലം ഉണ്ട്. ആ ബ്ലഡാണ് നമ്മൾ ഒഴുകുന്നത്. യേശുവിന്റെ രക്തം ആദാമിന്റെ പാരമ്പര്യത്തിൽ വന്നതല്ല. ആണോ? ആണോ? ഇതെങ്ങനെയാ? കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി ഇല്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിൽക്കും. അപ്പൊ നിങ്ങൾ നോക്കണം, യേശുവിന്റെ പാരമ്പര്യം ആദാമിന്റെയോ യോസഫിന്റെയോ പാരമ്പര്യം അല്ല. മനസ്സിലായോ? യേശുവിന്റെ മേൽ ഒഴുകിയ രക്തം ആത്മാവിൽ ആദാമിന്റെയോ യോസഫിന്റെ ബ്ലഡ് അല്ല ഒഴുകിയത്. നിർദോഷമായ രക്തമാണ്, നിഷ്കളങ്കമായ രക്തമാണ്, പാപമില്ലാത്ത രക്തമാണ്. നിങ്ങൾ ആർക്ക് പാപത്തെ കുറിച്ച് ബോധം വരും. അപ്പൊ യേശുവിന്റെ മേൽ ഒഴുകിയ രക്തം പാപമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത രക്തം, നീതിയുള്ള രക്തം. ഈ രക്തമാണ് എന്റെ ശാപത്തിന് മറുവിലയായി ദൈവം നൽകിയത്. ഇത് നിങ്ങളുടെ അകത്ത് വീണാൽ മതി. പകല് നിങ്ങളുടെ അകത്ത് ഇതൊരു ബോധ്യമായി വെളിപ്പാടാക്കി വീഴണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിലയാണ് എന്റെ വിഷയം. ഒരു മൊബൈൽ, ഈ ഒരു മൊബൈൽ, ഈ മൊബൈൽ എത്ര കൊടുക്കും? 10,000 കിട്ടും, 5,000 കിട്ടും. കിട്ടത്തില്ലേ? ഉണ്ട്, പല വിലക്കുണ്ട്. ഉദാഹരണം 5,000 മൊബൈൽ വാങ്ങാം. ഈ മൊബൈൽ ഞാൻ 50,000 കൊടുക്കത്തില്ല. കൊടുക്കും?
കാരണം അത് വിലയില്ല, അതിനുള്ള വിലയില്ല. പക്ഷെ ഇവിടെ നോക്ക്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില ചെറുതല്ല. ഈ ലോകത്തിന് പകരം വെക്കാൻ കിട്ടാത്ത ബ്ലഡാണ് എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗം കൊടുത്തത്. പകരം വെക്കാൻ കഴിയത്തില്ല, പകരം വെക്കാനില്ല. നിങ്ങൾ മോസ്റ്റ് പ്രീഷ്യസ് ആണ് ദൈവത്തിന്. അത്ര വില കൊടുത്താണ് നിങ്ങൾ ദൈവം വായിച്ചത്. അങ്ങനെ നിങ്ങൾ ഈ ശാപത്തിന്റെ കീഴിൽ തുടരാൻ പാടില്ല. ഈ വില നിങ്ങൾ ഇന്ന് പകരം തിരിച്ചറിയണം. എന്നെ ദൈവം വീണ്ടെടുത്തു, എന്നെ ദൈവം വില കൊടുത്തു വാങ്ങി. ഇനിയും എനിക്ക് ശാപത്തിന്റെ കീഴിൽ തുടരാൻ കഴിയില്ല, ഇനിയും എനിക്ക് രോഗത്തിന്റെ കീഴിൽ തുടരാൻ കഴിയില്ല, ഇനി എനിക്ക് പാപത്തിന്റെ കീഴിൽ തുടരാൻ കഴിയില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നോക്കുന്നത് ഞാനിതൊക്കെ പറയുമ്പോഴും വേറൊരു കാര്യം, ആദ്യം പറഞ്ഞ കാര്യം തകർച്ചയാണ്. ശാപം ഏതൊക്കെയുണ്ട്? ഏതുവരെയുണ്ട്? പുതിയ ആകാശവും പുതിയ ഭൂമി വെളിപ്പെടുന്ന ഒരു ശാപം പ്രതീക്ഷിക്കും. പക്ഷെ എന്റെ ആകാശം സ്വന്തമാക്കണം അല്ലേ? അതിനറിയാം, പഞ്ചായത്തിന് വീട് കൊടുക്കാറില്ലേ? പാവപ്പെട്ട വീടില്ലാത്ത വീട് കൊടുക്കും. അങ്ങനെ എനിക്കൊരു വീട് കിട്ടിയിട്ടില്ല, എനിക്കൊരു വീട്. അപ്പൊ മെമ്പർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്കൊരു വീടുണ്ട്, വീട്ടിലല്ല, അതുകൊണ്ട് പഞ്ചായത്തിനൊരു വീട് കിട്ടി, ഫ്രീ ആണ്, പൈസ തിരിച്ച് അടയ്ക്കണ്ട, എന്ത് ചെയ്യണ്ട, പൈസ തിരിച്ച് ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആണ്. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ഫ്രീ ആണ്, വീട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വീട് കിട്ടോ? ഫ്രീ അല്ലേ? ഫ്രീ ആണോ? അല്ലേ? ഫ്രീ ആണ്, പൈസ തിരിച്ചറിയോ? ഞാൻ പറഞ്ഞ ഫ്രീ ആയിട്ട് വീട് കിട്ടുന്ന വീട്ടിൽ നിന്ന് വീട് കിട്ടും. എന്ത് ചെയ്യണം? അതിന് പഞ്ചായത്തിൽ പോകണം, ചില ഡോക്യുമെന്റ്സ് കൊടുക്കണം, എഗ്രിമെന്റ് സൈൻ ചെയ്യണം. പക്ഷെ ഫ്രീ ആണ്. മനസ്സിലായോ? കാൽവരി ക്രൂശിൽ നമ്മൾ വില കൊടുക്കില്ല, പക്ഷെ വില മുടക്കിയവരുണ്ട്, അത് ഫ്രീ ആണ്. എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞാൻ വില കൊടുക്കണം, പക്ഷെ ഞാൻ വില കൊടുക്കണം. മനസ്സിലായോ? ശാപം ദൈവം പൊട്ടിച്ചു, പക്ഷെ അതിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ചിലത് ബ്രേക്ക് ആവാം. ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു നമുക്ക് വേണ്ടി എന്തായിരുന്നു? ശാപമായി തീർന്നു. ഹല്ലേലൂയ. പകരമായി ശാപമായി തീർന്നു. അല്പം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്കുവാൻ എന്ത് വിലയെ കൊടുത്ത്? ബ്ലഡ് വില കൊടുത്തിട്ട് ശാപത്തിൽ നിന്ന് എന്ത് ചെയ്തു? എന്നെ ശ്രദ്ധിക്കും, കുഞ്ഞോടക്കില്ലേ? അല്ലെങ്കിൽ ഭയങ്കര വിടുതലിന്റെ സമയത്തിലേക്ക് ഒന്ന് കയറുകയാണ്, ഭയങ്കര ലൈഫ് ചേഞ്ചിന്റെ സമയത്തിലേക്ക് തിരികെയാണ്. കുഞ്ഞിനൊന്നും പോയിക്കൊണ്ടിരിക്കില്ല ഈ സമയത്ത്. ഇത് നിങ്ങളുടെ ലൈഫ് തിരിയുന്ന സമയമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോരാ, പ്രാർത്ഥിക്കാൻ മുമ്പ് ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് ആക്റ്റീവാണ്. ഹല്ലേലൂയ. ഈ സ്പിരിച്വൽ വേവുണ്ട്, ഫിസിക്കൽ വേവുണ്ട്, അല്ലേ? നമ്മൾ കാണുന്ന ലോകമുണ്ട്, കാണാത്ത ലോകമുണ്ട്. സ്പിരിച്വൽ വേവ്, സ്പിരിച്വൽ വേവിന്റെ അകത്ത് വിടുതൽ നടന്നാൽ ഫിസിക്കൽ വേവിന്റെ അകത്ത് വെളിപ്പെടും. നിങ്ങളെന്നെ ശ്രദ്ധിക്കും, രണ്ട് വാക്കുകളുമായി പ്രാർത്ഥിക്കാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഫസ്റ്റ് വിടുതൽ നടക്കേണ്ട എവിടെ? സ്പിരിച്വൽ വേൾഡിനകത്ത് ആദ്യം വിടുതൽ നടക്കും. സ്പിരിച്വൽ വേൾഡിനകത്ത് വിടുതൽ നടന്നാൽ ഫിസിക്കൽ വേൾഡ്, കാണുന്ന ലോകത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ ശാപം ഒന്ന് ആത്മമണ്ഡലത്തിനകത്ത് തന്നെ ബ്രേക്ക് ചെയ്യും. ആത്മമണ്ഡലത്തിനകത്ത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ
ദൃശ്യമണ്ഡലത്തിനകത്ത് അത് വെളിപ്പെട്ടു വരും. ഞാൻ പറയാൻ മനസ്സിലായോ? ഇന്ന് പകല് ഇപ്പോ അടുത്ത ചില മിനിറ്റുകൾക്കകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. വളരെ അകത്ത് വളരെ പ്രതീക്ഷ വേണം, ആഗ്രഹം വീഴണം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഈ അവസാന നിമിഷങ്ങളെ പറ്റി കൈക്കൊണ്ട് നിങ്ങൾ എന്തെല്ലാം പോയാണ് ആ ഒരു വിടുതലിന്റെ ടൈം എത്തിയപ്പോഴേക്കും നിങ്ങളുടെ ശ്രദ്ധയെല്ലാം തിരിയാണ്. ഹല്ലേലൂയ. ടൈം എത്തിയപ്പോഴേക്കും നിങ്ങൾ എത്ര പേർ ഒരു ദൈവിക വിടുതൽ ആഗ്രഹിക്കുന്നു? ശരിക്കും റിയലി ഞാൻ പറയുന്നത് അകത്ത് ഈ ഒരു ആഗ്രഹത്തിനകത്ത് വീഴണം. ദൈവിക വിടുതൽ ജീവിതത്തിൽ നടക്കണമെന്നൊരു ആഗ്രഹത്തിനകത്ത് വീഴണം. ഹല്ലേലൂയ. ആഗ്രഹത്തോടെ നിങ്ങൾ ഇരിക്കണം. ആഗ്രഹത്തോടെ ഇരുന്നാലേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. അല്ലേ? നിങ്ങളുടെ അകത്ത് എത്രത്തോളം ആഗ്രഹമുണ്ടോ അത്രത്തോളം ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽ ജീവിതത്തിൽ അത് സംഭവിക്കും. ശാപം ഉണ്ടെന്ന് കേട്ടു. ശാപങ്ങൾക്ക് പരിഹാരം കാൽവരി ക്രൂശിൽ സംഭവിച്ചു എന്ന് കേട്ടു. അതിന് വില കാൽവരി ക്രൂശിൽ വ്യക്തമായി ദൈവം നൽകിയെന്നത് കേട്ടല്ലോ. ഇത്ര നമ്മൾ കേട്ടല്ലോ. ഇനി ഇത് എന്റെ ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്യാം. അതോടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ അകത്ത് വീണെങ്കിൽ അടുത്ത കാര്യങ്ങൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാം. മനസ്സിൽ സിമ്പിളാണ്. ഈ സംഭവം ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ഇത് നിങ്ങൾ ആ ലൈഫിനകത്ത് അപ്ലൈ ആയി ലൈഫ് തിരിയും. ഒത്തിരി ടെസ്റ്റിമണികൾ എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ധൈര്യത്തോടെ അടുത്ത ചില ജീവിതത്തിനകത്ത് ലൈഫ് തിരിയുന്നത് പോലെ ചില സംഭവം സംഭവിക്കും. ഇതിനകത്ത് യൂട്രസ് സംബന്ധമായ ബലഹീന കാര്യങ്ങളുണ്ട്. യൂട്രസിനകത്ത് നല്ല അസ്വസ്ഥ കാര്യങ്ങളുണ്ടോ? യൂട്രസിന് വേറെ ആരെങ്കിലും യൂട്രസിനകത്ത് ഇതിനകത്ത് തലമുറകളുമായി തലമുറകളില്ലാത്ത, പ്രത്യേകിച്ച് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ മക്കൾക്ക് തലമുറകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മക്കളുടെ മക്കൾക്കാണ് സഹോദരൻ തലമുറകളില്ല. ഓർക്കില്ല. എത്ര വർഷം? ഈ തലമുറ ഞാൻ ഈ തൊട്ടുപോകും. അറിയില്ല ശാപത്തിന്റെ ലക്ഷണങ്ങൾ. ഞാൻ ഇന്ന് അതൊന്നും തൊട്ടില്ല. ശാപത്തിന്റെ ലക്ഷണങ്ങളുണ്ട്. അതാണ് ആവർത്തന പുസ്തകം 28 വീട്ടിൽ പോയി വായിക്കണം. ശാപത്തിന്റെ ലക്ഷണങ്ങളുണ്ട്. അനുഗ്രഹത്തിന്റെ ലക്ഷണം നമ്മൾ വായിക്കും. ശാപത്തിന്റെ ലക്ഷണം വായിക്കും. ശാപത്തിന്റെ ലക്ഷണത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിസിക്കലി ഒരു കുടുംബം, ഒരു വിവാഹിതരായ മിനിമം 1 വർഷത്തിനകം നല്ല ആരോഗ്യമുള്ള ദമ്പതിമാരാണെങ്കിൽ മിനിമം 1 വർഷത്തിനകത്ത് അവർക്ക് എന്ത് ചെയ്യണം? ഒരു തലമുറ ലഭിക്കണം. ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് ഫിസിക്കലി വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചിലത് അസ്വസ്ഥമാണ്. ചിലപ്പോൾ യൂണിവേഴ്സിനകത്ത് പോകാൻ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കാണാം. അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്ക് മിനിമം 1 വർഷം നമ്മൾ എന്ത് ചെയ്യണം? തലമുറ ലഭിച്ചില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ശാപം. നിങ്ങൾ അകത്തത് വീഴണം. പകലത് വീഴണം. ഹല്ലേലൂയ. അങ്ങനത്തെ സംഭവങ്ങളിൽ ചിലർക്ക് ചില പ്രത്യേകതര അസുഖങ്ങളുണ്ട്. ചിലർക്ക് എത്ര തന്നെ മെഡിസിൻ കഴിച്ചാലും അസുഖം മാറത്തില്ല. ചിലർക്ക് എത്ര മെഡിസിൻ കഴിച്ചാലും ആ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ആശ്വാസം അല്ലാത്തവരുടെ നിലനിൽക്കുന്നു. പാരമ്പര്യ ശാരോഗമുണ്ട്. അപ്പൻ്റെ അപ്പൻ കൈമാറുന്നത് അപൂർവമായ രോഗങ്ങളാണ്. ഹല്ലേലൂയ. ആ രോഗങ്ങളുടെ ലിസ്റ്റ് ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ വീട്ടിൽ പോയി വായിക്കണം. അതിന് തുടർന്ന് 14-15 വാക്യങ്ങൾക്കകത്ത് ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. ശാപത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഹല്ലേലൂയ. അങ്ങനത്തെ ഉണ്ട്. അപ്പോ ശാപമുണ്ട്. ശാപത്തിന് പരിഹാരം എവിടെ സംഭവിച്ചു?
കുഞ്ഞാടിന്റെ രക്തത്താൽ കാൽവരി ക്രൂശിൽ സംഭവിച്ചു. ഹല്ലേലൂയ. അടുത്ത നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിച്ചത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അങ്ങനെയാണോ വായിച്ചത്? എന്ന് വായിച്ച് ക്രിസ്തു ഒറ്റ വാക്കിൽ പറഞ്ഞ ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തുവിന്റെ ഒരു ശാപമുണ്ടോ? യേശുവിന്റെ ശാപമുണ്ടോ? ഇല്ല. കാരണം അത് പാരമ്പര്യമില്ല, ആദാമിന്റെ പാരമ്പര്യത്തിൽ വന്നതല്ല. അപ്പൊ യേശുവിന്റെ ബലത്തില്ല, ശാപമില്ല. അപ്പൊ യേശു എന്തായി തീർന്നു? ശാപമായി തീർന്നു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് എനിക്ക് വേണ്ടി. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് പകല് യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു? ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. തുറന്നു പറഞ്ഞാൽ ദൈവം ഭൂമി ശപിക്കുന്ന ഒരു ശാപം എന്തുവാ? മുള്ളും പറക്കാരിയും ഭൂമിയിൽ നിന്ന് പൊടിക്കും. അങ്ങനെയാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. മനസ്സിലാകുന്നില്ലേ? അങ്ങനെയാണോ വായിച്ചത്? യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ? ഒരു മുള്ളു കൊണ്ടൊരു കിരീടം എന്തുവാ അർത്ഥമുണ്ടോ? ശാപമായതിനെ യേശു തന്റെ ശിരസിൽ ചുമന്നു. ഹല്ലേലൂയ. ശാപത്തെ യേശുവിന്റെ തലയിൽ ചുമന്നു. നിങ്ങളുടെ അകത്തിതെല്ലാം ബോധ്യമായി നമ്മൾ വീഴണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ശാപത്തിന്റെ പേരുകളെല്ലാം കഴിയും. ഒന്ന് നമ്മുടെ വാക്കുകൊണ്ട് കിട്ടിയ ശാപങ്ങളുണ്ട്, വ്യക്തമായി കിട്ടിയ ശാപങ്ങളുണ്ട്, പിതൃപാരമ്പര്യ ശാപങ്ങളുണ്ട്. ഇനി ഒരു ശാപം കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോ പാർട്ണർഷിപ്പ് കാഴ്ച എന്ന് വെച്ചാൽ വിവാഹം കഴിയും. ഒരു ഭർത്താവ് ഭാര്യയെ വിവാഹം ചെയ്യുമ്പോൾ ഭർത്താവിന്റെ മേലൊരു ശാപം ഉണ്ടെങ്കിൽ അത് പാർട്ണറുടെ മേലെ ചെയ്യും, കൈമാറ്റം. ഭാര്യയുടെ മേലൊരു ശാപം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ മേലെ ചെയ്യും. ഇന്ന് പകൽ ഒത്തിരി ശാപങ്ങളുടെ ലിസ്റ്റുകൾ ഞാൻ നിരത്തിയാണ്. ഇതിനകത്ത് ഏത് നമ്മളെ ഫോളോ ചെയ്താൽ ഇതെല്ലാം ഒറ്റ പരിഹാരം കാണും. ഇതിനകത്ത് ഏത് നിങ്ങളുടെ തലമുറയെ തൊട്ടാലും, ഏത് നിങ്ങളുടെ കുടുംബത്തെ തൊട്ടാലും, ഏത് നിങ്ങളുടെ ജീവിതത്തെ തൊട്ടാലും നിങ്ങൾ അറിയാത്തതായിരിക്കും ഒറ്റ കാര്യം ഞാൻ പറയാം. ഒറ്റ പരിഹാരം, ഒറ്റ മാത്രം അതിന് രോഗീകരണം. ഒരു നിങ്ങളെ കസേരയെല്ലാം കിട്ടുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വരാൻ കഴിയുമെങ്കിൽ എല്ലാവരും വേണമെന്നില്ല. ഞാൻ ചില അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ജസ്റ്റ് ഒന്ന് മുമ്പിലോട്ട് വരാം. നേരത്തെ കയറം ഉയർത്താൻ ഒത്തിരി പേര് പലരും കരം ഉയർത്തും. കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് വേറെ ആരെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ലതായിരിക്കും. വേറെ ആരെങ്കിലും കഴിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് എടുത്താൽ. അന്യായ ബന്ധനങ്ങൾ അടിക്കുക, മുഖത്തിന്റെ അമ്മിക്കയറിൽ അടിക്കുക, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ മുഖത്തെ തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഉപവാസത്തിന്റെ എത്രാം ദിവസമാണ്? ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയാം. അന്യായ ബന്ധനങ്ങളെ തകർക്കുക, മുഖത്തിന്റെ അമ്മിക്കയറുകളെ
വയലിലിട്ട് അതിന്റെ കഴുത്തിലെത്തി മുഖത്തെയും കഴുകിന്റെ കഴുത്തിലേക്ക് കെട്ടുന്ന ഒരു കയറുണ്ട്, മുഖത്തിന്റെ അമ്മയ്ക്ക്. അതിനെ അതിനെ തകർക്കണം, എല്ലാ മുഖത്തെയും തകർക്കണം. അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. അവര് പാരമ്പര്യമായതാകട്ടെ, വ്യക്തമായതാകട്ടെ, വാക്കുകൾ കൊണ്ടുള്ളതാകട്ടെ, സകലത്തിനും ഒന്നാമത്തെ പണി ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ വാതകത്വമാണ്. ശാപം എന്നുള്ളത് പിശാചിന് നമ്മുടെ മേൽ നിയമപരമായിട്ടുള്ള ഒരു അധികാരം. ഒന്ന്, നിങ്ങളുടെ അകത്തൊരു ബോധ്യം വേണം, ഞാൻ ക്രിസ്തുവിലാണ്. ഒരു ബോധ്യമുണ്ട്, ഞാൻ ക്രിസ്തുവിലാണ്. യേശുവിന്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒന്ന് കാലം എല്ലാവരും യേശുവിന്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? വ്യക്തിപരമായി ഞാൻ യേശുവിനാണല്ലോ. നിങ്ങൾ ഈ സമയത്ത് സംഭവിച്ചത് പാരമ്പര്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ യേശുവിനെ കർത്താവ് രക്ഷകനുമായി ആ സമയത്ത് സംഭവിച്ചത് പാരമ്പര്യമായിട്ടുള്ള കർത്തൃത്വമാണ് നിങ്ങളുടെ പേരിൽ നിന്ന് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽവരി ക്രൂശിനകത്ത് നിന്ന് വെളിപ്പെട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വന്തമായിട്ട്. ഒരു നിമിഷം ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് കാലത്തോടൊന്നും പറയാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാവരും കർത്താവേ, നിങ്ങൾ ഭാവിയായിരുന്നു നിങ്ങളുടെ പാപങ്ങൾക്ക് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ എന്റെ കർത്താവും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ മേലുള്ള സകല കർത്തൃത്വവും ഞാൻ മാറ്റുന്നു. എന്റെ പൂർണ്ണ കർത്തൃത്വം ഞാൻ യേശുവിന് സമർപ്പിക്കുന്നു. കാൽവരി ക്രൂശിൽ തൂങ്ങുന്നവൻ ശാപമായി യേശു എനിക്ക് പകരമായി കാൽവരി ക്രൂശിൽ ശാപമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തം, നിർദോഷമായ രക്തം, നിഷ്കളങ്കമായ രക്തം എനിക്ക് പകരമായി വില കൊടുത്ത് അങ്ങനെ വിലയ്ക്ക് വാങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യർത്ഥമായത്, പിതൃപാരമ്പര്യമായിട്ടുള്ളത്, വാക്കുകളിൽ നിന്ന് വന്നത്, മറ്റുള്ളവർ ശ്രമിച്ചത്, പാർട്ണർഷിപ്പ്, വ്യക്തിപരമായ കൂട്ടുബന്ധങ്ങളിൽ നിന്ന് വന്ന ശാപം സകലത്തെയും യേശുവിൻ നാമത്താലും യേശുവിൻ രക്തത്താലും എന്നിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന് ഞാൻ പൂർണ്ണമായി പുറത്താക്കും. പിശാചേ, നിനക്ക് എന്റെ മേലോ എന്റെ കുടുംബത്തിന്റെ മേലോ എന്റെ തലമുറയുടെ മേലോ ഉള്ള സകല അധികാരത്തെയും അവകാശത്തെയും നിയമപരമായി ഞാൻ ഇപ്പോൾ എന്നിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്നു. ഒരു ശാപത്തിനോ ഒന്നിനും എന്റെ മേലോ എന്റെ കുടുംബത്തിന്റെ മേലോ എന്റെ തലമുറയുടെ മേലോ ഇനി അവകാശം ഉണ്ടായിരിക്കത്തില്ല. എന്റെ അവകാശം ക്രിസ്തുവിലാണ്. ഞാൻ പൂർണ്ണമായി ക്രിസ്തുവിലാണ്. മൗനമായി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവമഹത്വം പറയാനട്ടെ. എല്ലാവരും മൗനമായിരിക്കുന്നു. ശബ്ദം കേട്ടിട്ട് എല്ലാവരും മൗനമായിരിക്കുന്നു. ഇപ്പോൾ തന്നെ മുഖത്തിന്റെ അമ്മിക്കയറുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിയമപരമായ പിശാചിനുള്ള സകല അവകാശത്തെയും അധികാരത്തെയും ഞാൻ ഇതിനകത്ത് ബ്രേക്ക് ചെയ്യും. പാരമ്പര്യമായി വന്നുകൂടിയ ശാപങ്ങൾ, തലമുറകളായി പിന്തുടർന്നു വന്ന ശാപങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പൊട്ടിമാറട്ടെ. പാരമ്പര്യ മുഖങ്ങളെല്ലാം അഴിയട്ടെ.
യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യ ശക്തികളെല്ലാം ഇതിനകത്ത് തകരട്ടെ. എല്ലാ ശാപത്തിന്റെ അമ്മിക്കയറുകൾ പൊട്ടട്ടെ. മുഖത്തിന്റെ അമ്മിക്കയറുകൾ പൊട്ടട്ടെ. എല്ലാ മുഖങ്ങളും തകരട്ടെ. പാരമ്പര്യമായി ഇവർക്ക് ഉയരുവാൻ കഴിയാതെ, വളരുവാൻ കഴിയാതെ ഇവരെ പിന്തുടരുന്ന എല്ലാ മുഖത്തിന്റെ മേലും ഇന്ന് പകൽക്കാലം ദൈവശക്തിയെ ഞാൻ ഇതിനകത്ത് തുറക്കുകയാണ്. ദൈവശക്തിയെ ഞാൻ ഇതിനകത്ത് തുറക്കുകയാണ്. ഭയങ്കരമായ ദൈവിക വിടുതലുകൾ ഇന്ന് പകലിനകത്ത് സംഭവിക്കട്ടെ. ഭയങ്കരമായ ദൈവിക വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഭയങ്കര ദൈവശക്തി ഇപ്പോൾ ഇതിനകത്ത് ചലിക്കട്ടെ. ചില മേൽ ദൈവത്തിന്റെ ഗ്ലോറി വ്യാപരിച്ചിറങ്ങട്ടെ. ചില ശരീരങ്ങളുടെ മേൽ ദൈവ മഹത്വം ഉറങ്ങട്ടെ. ദൈവ മഹത്വം ഉറങ്ങട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി തൊടട്ടെ. തൊടുക, തൊടുക, തൊടുക. ദൈവശക്തി തൊടട്ടെ. ദൈവശക്തി തൊടട്ടെ. ദൈവശക്തി തൊടട്ടെ. ദൈവശക്തി തൊടട്ടെ. ഈ മകളുടെ മേൽ ഇപ്പോൾ ദൈവ മഹത്വം ഉറങ്ങട്ടെ. എല്ലാ ശാപ കുരുക്കുള്ള വഴിക്ക് ഭയങ്കരമായ ദൈവിക സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ദൈവമാത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവമാത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവ ആത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ വേര് സഹിതം എന്ന് പകൽ പഴിഞ്ഞു മാറട്ടെ. പിതാവ് കണ്ടിട്ടില്ലാത്ത തയ്യക്കുകയും പേരോട് പറഞ്ഞു മാറുമെന്ന് ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ ഈ പകൽക്കാലം പിതാവ് കണ്ടിട്ടില്ലാത്ത സകലതും ഇതിനകത്ത് നിൽക്കുന്ന ചിലരുടെ കുടുംബത്തിനകത്ത് നിന്ന്, ചില ശരീരങ്ങളിൽ നിന്ന് എല്ലാം വിട്ടുമാറട്ടെ. ഈ മകൾ സ്വതന്ത്രമാകട്ടെ. ഈ മകൾ സ്വതന്ത്രമാകട്ടെ. ഈ മകൾ സ്വതന്ത്രമാകട്ടെ. ഒരു ഭയങ്കര ദൈവശക്തിയുള്ള തുറട്ടോ. ഒരു ഭയങ്കര ദൈവശക്തിയുള്ള തുറട്ടെ. ഒരു ഭയങ്കര ദൈവശക്തി പോലുള്ള തുറട്ടെ. അഴിട്ട സ്വാധീനമില്ല. അഴിട്ട സ്വാധീനമില്ല. അഴിഞ്ഞുമാ എല്ലാ അന്യായങ്ങളും അഴിഞ്ഞുമാറ. ഭയങ്കര ദൈവമാസം ഭയങ്കര ദൈവമാസം ഒരു ഭയങ്കര ദൈവശക്തിയുള്ള തുറ. പാരമ്പര്യമായി പിന്തുടർന്ന എല്ലാ മുഖങ്ങളും ഇപ്പോൾ അഴിയട്ടെ. തല മുതൽ ഉള്ളം കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. വർഷങ്ങൾ കൊണ്ട് പിന്തുടരുന്ന ചില വേരുകൾ ഇന്ന് പകൽക്കാലം തീക്കൽ മെഴുകുരുകുന്നത് പോലെ ചില കുടുംബത്തിനകത്ത് ഒഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ ദൈവത്തിന്റെ ഗൗരി വ്യാപനം യേശുവിന്റെ മരിച്ചോടെ ഉയർത്തുന്ന അതേ ദൈവശക്തി ഇങ്ങോട്ട്
ഭയങ്കര ദൈവശക്തിമാണ് തൊടട്ടെ. സകല ശാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കും. സകല ശാപത്തിന്റെ കെട്ടുകൾ പ്രാർത്ഥിക്കുന്ന സകല ശാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുക. സകല ശാപങ്ങൾ ഇറങ്ങിപ്പോകുന്നു. സകല ശാപങ്ങൾ ഇറങ്ങിപ്പോകുന്നു. സകല ശാപങ്ങൾ ഇറങ്ങിപ്പോകുന്നു. സകല ശാപങ്ങൾ ഇറങ്ങിപ്പോകുന്നു. വീട്ടിലെ ദാരിദ്ര്യങ്ങളുടെ ശാപം ഇറങ്ങിപ്പോകുന്നു. നിലവാരങ്ങളുടെ ശാപം ഇറങ്ങിപ്പോകുന്നു. ഭാരതത്തിന്റെ പിന്തുടരുന്നു. സകല ശാപങ്ങളെ യേശുവിന്റെ നാമത്തിൽ പെറ്റുകൊടുക്കുന്നു. സകല രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ ഇപ്പോൾ പെറ്റുകൊടുക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. പാരമ്പര്യ രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. പാരമ്പര്യ രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. പാരമ്പര്യ രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. യേശുവിന്റെ നാമം യേശുവിന്റെ നാമത്തിൽ ബ്ലെസ്സിംഗ് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളുണ്ട് നാട്ടിലെല്ലാം പൊട്ടുന്നു. അമ്മയുടെ അപ്പന്റെ നിങ്ങൾക്കുണ്ട് ആ വീട്ടിലെല്ലാം പൊട്ടുന്നു. നിങ്ങളുടെ മക്കളുണ്ട് ആ വീട്ടിലെല്ലാം പൊട്ടുന്നു. അഴിഞ്ഞു മാറുകയാണ്. പാരമ്പര്യ രോഗങ്ങൾ രക്ഷപ്പെടും. പാരമ്പര്യ രോഗങ്ങൾ രക്ഷപ്പെടും. പാരമ്പര്യമായ എല്ലാ കെട്ടുകളും മോക്ഷമാകുക. പാരമ്പര്യ ശാപങ്ങൾ അഴിഞ്ഞു മാറുന്നു. പാരമ്പര്യ രോഗങ്ങൾ രക്ഷപ്പെടും. പാരമ്പര്യ രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. പാരമ്പര്യങ്ങളുടെ ദാരിദ്ര്യങ്ങൾ രക്ഷപ്പെടും. പാരമ്പര്യ രോഗങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. പാരമ്പര്യ ദാരിദ്ര്യം അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ മാനസികമായി മാനസിക രോഗങ്ങളുള്ള മാനസിക രോഗമാണ്. മാനസിക രോഗങ്ങളുള്ള എല്ലാ പ്രശ്നങ്ങളും പൊട്ടിമാറുന്നു. മാനസിക രോഗങ്ങളുടെ പാരമ്പര്യ മാനസിക രോഗങ്ങളുടെ കുടുംബത്തിനകത്ത് ആ വീട്ടിലൊക്കെ പൊട്ടിമാറുന്നു. യേശുവിന്റെ നാമം യേശുവിന്റെ നാമം വിഭോധന ഭയങ്കരമായ വെളിപ്പെട്ട് വരിക. അതേപോലെ പാരമ്പര്യ മദ്യമാണ് തലമുറ കൈവരുന്ന മദ്യപാനത്തിന്റെ സ്പിരിറ്റുകൾ പൊട്ടിമാറുകയാണ്. ആ പാരമ്പര്യമായി അപ്പനിൽ നിന്ന് മക്കളിലേക്ക് ചെറുമക്കളിലേക്ക് മദ്യപാനത്തിന്റെ സ്വാധീനം സകല മദ്യപാനത്തിന്റെ സ്വാധീനം ബുദ്ധിമാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി പൈശാചിക സ്വാധീനം പാരമ്പര്യമായുള്ള എല്ലാ പൈശാചിക സ്വാധീനം ബുദ്ധിമാണ്. പാരമ്പര്യമായുള്ള പൈശാചിക സ്വാധീനം ബുദ്ധിമാറിക്കണം. കുടുംബത്തിന്റെ അകത്ത് എല്ലാവരും പൈശാചികമായി സ്വാധീനം തെറ്റിക്കപ്പെട്ടില്ല എന്ന് വായിക്കുന്നു. ദൈവമഹത്വം വ്യാപരിക്കാൻ യേശുവിന്റെ മനുഷ്യരെ ഉയർപ്പിച്ച അതേ ദൈവശക്തി ഈ പ്രഭാതത്തിൽ ചെറുതമ വ്യാപിച്ചടങ്ങുകയാണ്. തുടർന്ന് ദൈവത്തിന്റെ കാലം ചെറുതമ കടങ്ങി വരുന്നു. ഈ പകൽക്കാലം ചില ആത്മാവികളെ പോലെ ഈ പകൽക്കാലം ദൈവ ചെറുതിന്റെ മേൽ ഒരു അസാധാരണ ദൈവിക തിരിവിനെ കൽപ്പിക്കുകയാണ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒരു ഭയങ്കര ദൈവമഹത്വം ഈ പ്രഭാതത്തിൽ ചിലർ അനുഭവിക്കുകയാണ്. ഇതുവരെ തൊട്ടിട്ടില്ലാത്തതുപോലെ ദൈവശക്തി ഈ പകൽ ചിലരെ തൊടുകയാണ്. തുടർന്ന് ചില ശാപമേ അണിയാണ്. പാരമ്പര്യമായി കെട്ടിയെടുക്കുന്ന കാണിയുന്നു. ചില അന്യായ ഗുണങ്ങൾ ഇന്ന് പകൽ ദൈവാത്മാവല്ല ഇതിനകത്ത് സ്വതന്ത്രമാകണം. ചില അന്യായ ഗുണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില അന്യായ ഗുണങ്ങൾ ഇതിനകത്ത് അഴിഞ്ഞ് എല്ലാ രോഗബന്ധനങ്ങളും എല്ലാ രോഗാത്മാക്കളും എല്ലാ കുറ്റസ്വാധീനങ്ങളും എല്ലാ പിശാച തന്ത്രങ്ങളും എല്ലാ അടിമ ഗുണങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ
പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറുന്നു. കുടുംബങ്ങൾ സ്വതന്ത്രമാകുന്നു. കുടുംബങ്ങൾ സ്വതന്ത്രമാകുന്നു. കുടുംബങ്ങൾ സ്വതന്ത്രമാകുന്നു. കാണില്ല, കുടുംബങ്ങൾ സ്വതന്ത്രമാകുന്നു. ചിലരെ ഭയങ്കരമായ ദൈവിക തിരിവുകൾ സംഭവിക്കുന്നു. ഈ പ്രഭാതത്തിൽ ചില ആൾമാരെ പോലെ യൂട്യൂബ് തിരിയുന്നത് പോലെ ചില ജീവിതങ്ങൾ തിരിയുകയാണ്. അടുത്തൊരു ഫലത്തിലേക്ക്, അടുത്തൊരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഈ പ്രഭാതം ദൈവാത്മാവ് ചിലരെ മാറ്റട്ടെ. ഭാവികൾ തുറക്കട്ടെ. ചിലർക്ക് വേണ്ടി പുതു ഡോറുകൾ തുറക്കട്ടെ. പുതു ഡോറുകൾ തുറക്കട്ടെ. പുതു വഴികൾ തുറക്കട്ടെ. പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. പുതു ഡോറുകൾ തുറക്കട്ടെ. പുതു വഴികൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അടയപ്പെട്ടു പോയ ചില വാതിലുകൾ ഈ പ്രഭാതത്തിൽ ചെറുപ്പം തുറന്നു വരട്ടെ. അടയപ്പെട്ടു പോയ ചില വാതിലുകൾ ഈ പ്രഭാതത്തിൽ ചിലർക്ക് വേണ്ടി തുറക്കട്ടെ. ഈ പ്രഭാതത്തിൽ ചിലർക്ക് വേണ്ടി അടയപ്പെട്ടു പോയ ചില വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. അടയപ്പെട്ടു പോയതല്ല, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതു ഡോറുകൾ തുറക്കുന്നു. പ്രതീക്ഷിക്കാത്ത വഴികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പുതുവഴികൾ, ചില പുതിയ വാതിലുകൾ, ചില പുതിയ ഡോറുകൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് നിൽക്കുന്ന ഞാൻ ശബ്ദം കേൾക്കുന്ന ചിലർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ തുറക്കുമല്ലോ. എല്ലാവർക്കും ഭയങ്കരമായ ആത്മീയ സ്വാതന്ത്ര്യം, ഭയങ്കരമായ ആത്മീയ സ്വാതന്ത്ര്യം, ഭയങ്കരമായ ആത്മീയ സ്വാതന്ത്ര്യം യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഭയങ്കരമായ ദൈവത്തിൽ വ്യാപരിച്ചാൽ ലഭ്യമാകുന്നു. പാരമ്പര്യമായി ശാപവിട്ട് തകർത്തുവെക്കുന്ന സകല ദുർഭൂതങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ലഭ്യമാക്കിയിട്ട് പോകട്ടെ. ഭയങ്കരമായി സൗഖ്യം വ്യാപരിക്കട്ടെ. ഭയങ്കരമായി വിടുതൽ വ്യാപരിക്കട്ടെ പോകട്ടെ. സകല ശാപത്തിന്റെ കെട്ടുകൾ ലഭ്യമാകുന്നു. സംബന്ധമായ ചില രോഗങ്ങളിൽ കഴിയുന്നു. യൂട്രസിനകത്തുള്ള മുഴകൾ ഇപ്പോൾ ഡിസപ്പിയറാകുന്നു. അങ്ങനെയുള്ള ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. യൂട്രസിനകത്ത് വയറ്റിനകത്ത് അസ്വസ്ഥതയുള്ളവർ, വയറ്റിനകത്ത് ചില കട്ടി പോലെ അനുഭവിക്കുന്നവർ ഇത് പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ദൈവാത്മാവ് തൊടുകയാണ്. നിങ്ങളുടെ സൗഖ്യത്തെ ദൈവാത്മാവ് അയക്കുകയാണ്. മുഴകൾ അപ്രത്യക്ഷമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവശക്തി ഇറങ്ങട്ടെ. ഇതിനകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ഇതിനകത്ത് ദൈവകാര്യം ഇറങ്ങട്ടെ. ഇതിനകത്ത് ദൈവ മഹത്വം ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ വിലക്കിയിട്ടുള്ളത് മാറട്ടെ. ഇപ്പോൾ തന്നെ ശരീരത്തെ പിന്തുടരുന്ന രോഗശക്തികൾ അണിയട്ടെ. ഇപ്പോൾ തന്നെ പാരമ്പര്യമായി കൊണ്ടിട്ട് എല്ലാ രോഗബന്ധനങ്ങളുടെ മേൽ ദൈവ മഹത്വം വ്യാപിച്ചിറങ്ങട്ടെ. ഭയങ്കര സൗഖ്യങ്ങൾ നടക്കട്ടെ. ഓപ്പറേഷനുകൾ ഇപ്പോൾ ഇതിനകത്ത് ക്യാൻസൽ ആകട്ടെ. ഓപ്പറേഷനുകൾ ഇതിനകത്ത് ക്യാൻസൽ ആകട്ടെ. യേശുവിൻ നാമത്തിൽ ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ. ഇതിനകത്ത് ഭയങ്കരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഭയങ്കരമായ ദൈവിക വിടുതലുകൾ നടക്കട്ടെ. എല്ലാ പാരമ്പര്യ രോഗങ്ങളും അടിയട്ടെ. ശാപ രോഗങ്ങൾ അടിയട്ടെ. യേശുവിന്റെ അടിപ്പെടുന്ന സൗഖ്യം ഈ പ്രിയപ്പെട്ടവരുടെ കൈമാറുകയാണ്. അടിപ്പെടുന്ന സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. വെളിപ്പെട്ട ആ ദൈവിക സൗഖ്യം ഈ പകൽക്കാലം ഈ പ്രിയപ്പെട്ടവരുടെ ഞാൻ കൈമാറുന്നു. ഞാൻ കൈമാറുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഭയങ്കരമായ സൗഖ്യങ്ങൾ, ഭയങ്കരമായ വിടുതലുകൾ, ഭയങ്കരമായ സൗഖ്യങ്ങൾ, ഭയങ്കരമായ വിടുതലുകൾ, ഭയങ്കര സൗഖ്യങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ കൈമാറുന്നു. Let us free. 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 Free in the name of Jesus. Free in the name of Jesus. Free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാണ്. ഫ്രീയാണ്. എല്ലാ മുഖങ്ങളും അണിയട്ടെ. ഫ്രീയാണ്. In the name of Jesus. 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 എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ.
ഒരു അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൂടെ ഇരിക്കണം, അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ. ആശീർവാദമുള്ള കർത്താവേ, യേശുവിന്റെ കൃപയും ദർശനവും മനുഷ്യ സംസർഗം കൂട്ടാൻ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ദിവസം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ആരും